ഏത് മഴയിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും അമ്മ വിളിച്ചാൽ ഓടി വരിക എന്നുള്ളത് മക്കളുടെ കടമ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെ വരാം എന്ന് സന്തോഷത്തോടെ സമ്മതിച്ചത്. ഞാൻ ആരാധിക്കുന്ന ജപിക്കുന്ന എൻ്റെ ആ ഗുരുപരമ്പരയിൽ കാലങ്ങളുടെ തിട്ടപ്പെടുത്താനാകാത്ത സുഹൃതം ആ പ്രസ്ഥാനത്തിന് സമ്മാനിച്ച ദീദിയുടെ ഈ സങ്കേതത്തിൽ ഇതാദ്യമല്ല ഞാൻ വരുന്നത്. ആ ഒരു അവധാനതയോടെയാണ് നിങ്ങളെ സമീപിക്കുന്നതും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും. കർക്കിടകത്തിൻ്റെ അവസാന നാളിൽ രാമായണം മർത്യന് നൽകിയ, മാനവരാശിക്ക് നൽകിയ സമാശ്വാസത്തിൻ്റെയും അതിരറ്റ ആഹ്ലാദത്തിൻ്റെയും ഈ അവസാന ദിനത്തിൽ ഞാൻ എന്താ പറയേണ്ട ദീദിയുടെ സാന്നിധ്യത്തിൽ എന്നുള്ളത് തന്നെയാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. എന്ത് പറയണം, ഏത് വിഷയത്തെക്കുറിച്ച് പറയണം, അതോ വിഷയമില്ലാതെ രാമായണം എന്ന് പറയുന്ന ഒരു മഹാമേരുവിൻ്റെ മുന്നിൽ ഒരു കൈക്കുമ്പിളിൽ പകർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകൾ, അക്ഷര പുഷ്പങ്ങൾ എന്ന പോലെ ഈ ഭക്തരുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണോ വേണ്ടത് എന്നുള്ളതാണ്. രാമായണങ്ങൾ പലതുണ്ട്, ഓരോരുത്തർക്കും ഓരോ രാമായണമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ശരി. ഓരോ ഭാഷയിലും നാം വിനിമയം ചെയ്യുന്ന, സമ്മതിക്കുന്ന ഓരോ ഭാഷയിലും ഒരു രാമായണമുണ്ട്. ദേശങ്ങൾക്കും കാലങ്ങൾക്കും അതീതമായ വിശ്വമാനവ ദർശനത്തെ ഭാരതം സമർപ്പിച്ചു രാമായണം എന്ന അദ്വിതീയ കാവ്യത്തിലൂടെ എന്ന് പറയുന്നതാണ് ശരി. ഇന്ന് മാതൃഭൂമിയിൽ ഡോക്ടർ ഷെരീഫ് മുഹമ്മദിന്റെ ഒരു ലേഖനം അങ്ങോട്ട് വരുമ്പോൾ ഞാൻ വായിച്ചു വരികയായിരുന്നു. അദ്ദേഹം രാമായണം നൽകുന്ന വിശ്വദർശനത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണെങ്കിലും ജീവിതം കൊണ്ട് ഒരു ഹൈന്ദവന്റെ മനസ്സുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ അത് വരാറുണ്ട്. ഞാൻ വളരെ വിസ്മയത്തോടെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു വിശ്വദർശനം നൽകുന്ന രാമായണം ഭാരതം ലോകത്തിന് സമർപ്പിച്ച അദ്വിതീയമായ സംഭാവനയാണ്. ഭാരതീയ ക്ലാസിക് സാഹിത്യം ലോകത്തിന് സമ്മാനിച്ച അദ്വിതീയമായ കാവ്യമാണ് രാമായണം. മലയാളികളെ സംബന്ധിച്ച് എഴുത്തച്ഛൻ എന്ന മഹാഗുരു, മലയാളത്തിൽ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിന് പടഹധ്വനി മുഴക്കിയ എഴുത്തച്ഛൻ, ശ്രീനാരായണ ഗുരുദേവനും മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഛിന്ന ഭിന്നമായി പോയ കേരളത്തിന്റെ സാമൂഹിക പരിതസ്ഥിതിയെ രാമായണം എന്നൊരു കാവ്യത്താൽ പേർത്തും മലയാളികൾക്ക് അത്ഭുത വായ്പോടുകൂടെ ഉരുവേറ്റാൻ പറ്റിയ പവിത്ര മന്ത്രമായി രാമമന്ത്രത്തെ സന്നിവേശിപ്പിച്ച എഴുത്തച്ഛൻ. അദ്ദേഹം നമ്മുടെ ഭാഷാ ഗുരു മാത്രമല്ല, സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ആചാര്യനാണ്. ആദ്യത്തെ നവോത്ഥാനം കേരളത്തിൽ അന്ന് തുടങ്ങിയതാണ്, 16ാം നൂറ്റാണ്ടിൽ. എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ടായി മധുരമായി നമുക്ക് പകർന്നു തരുമ്പോൾ എന്തുകൊണ്ട് എഴുത്തച്ഛൻ ശ്രീരാമനെ അധ്യാത്മ രാമായണത്തിൽ അദ്ദേഹം ആഖ്യാനം ചെയ്യുന്നത് പോലെ അവതരിപ്പിച്ചു എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. മലയാളിക്ക് 33 കോടി ഗ്രന്ഥങ്ങളും അതുപോലെ 33 കോടി ദേവതാ സങ്കല്പമുള്ള മലയാളി ഏക നാമത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു 31 ദിവസം ഉപാസനാ നിരതരായി കഴിഞ്ഞുകൂടുന്നത് എന്തുകൊണ്ടാകാം? ശ്രീരാമനെ തന്നെ ധ്യാനിച്ച് 31 ദിനരാത്രങ്ങൾ, രാപ്പകലുകൾ മലയാളികൾ അവരുടെ ഗൃഹാന്തരീക്ഷത്തിലും മറ്റും എന്തിനാണ് അവർ ഉപാസിക്കുന്നത്? എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് നമുക്ക് പണ്ഡിതന്മാർക്ക് സമ്മതിക്കുവാനും അതുപോലെ പാമരന്മാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള എത്രയോ ഗ്രന്ഥങ്ങളുണ്ടായിട്ടും രാമായണത്തെ ഉപാസിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അത് അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ സമകാലീനായിരുന്ന പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാല എന്ന അതിരറ്റ ഭക്തികാവ്യത്തിലെ 347 വരികളിലൂടെ മലയാളികളെ പഠിപ്പിച്ചതെന്നല്ലേ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ, മതമത്സരം ചിന്തിച്ച് മതികെട്ടു നടക്കുന്നത് ചിലർ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി എളിയുന്നത് ചിലർ, ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നത് ചിലർ, അച്ഛനും പുനരമ്മയ്ക്കും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ, അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ, പണ്ഡിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നത് ചിലർ, കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീവണ്ണം നിൽപ്പുവെന്നും ചിലർ. ഈ ചിലർ എന്ന് എണ്ണി പറഞ്ഞത് അന്ന് 19ാം നൂറ്റാണ്ടിന്റെ കേരളം അനുഭവിച്ച ദുരന്തമായിരുന്നു.
16-ാം നൂറ്റാണ്ടിലെ കേരളം അനുഭവിച്ച ദുരന്തമാണ്. ആ 16-ാം നൂറ്റാണ്ടിൽ പൂന്താനം നമ്പൂതിരി കണ്ട കേരളത്തിന്റെ മറ്റൊരു ചിത്രം തന്നെയാണ് നേരത്തെ നീതി സൂചിപ്പിച്ചതുപോലെ ഇന്നും പരിഷ്കൃത സമൂഹമെന്ന് ആഢ്യത്വം നടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മേനി നടിക്കുന്നവരുടെ നടുവിലും ഈ പറഞ്ഞ എല്ലാ വൈകൃതങ്ങളുമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ കണ്ട കേരളത്തിന്റെ ഈ ദുരന്ത ചിത്രത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ നടമാടിയിരുന്ന ഈ ദുഷ്കൃതങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് അദ്ദേഹം ആലോചിച്ചപ്പോഴാണ് 34-ാമത്തെ വയസ്സിൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ എന്ന് ഉറക്ക ഉരുവിടാൻ മലയാളികളെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് നിശബ്ദമായ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് എഴുത്തച്ഛൻ. 34 വയസ്സുകാരനായ ഒരു തികഞ്ഞ യുവാവ് അച്ചീചരിതങ്ങളെ കൊണ്ടും ചമ്പുക്കളെ കൊണ്ടും സന്ദേശകാവ്യങ്ങളെ കൊണ്ടും പദ്യരത്ന കൃതികളെ കൊണ്ടും നടമാടിയ ദുഷിച്ച സാംസ്കാരിക വൈകൃതം നിലനിന്നിരുന്ന കേരളത്തിലാണ് നോക്കുക. മണിപ്രവാള സാഹിത്യത്തിന്റെ കടന്നുകയറ്റത്തിലൂടെ മണ്ണിനും പെണ്ണിനും മാത്രം അതിനുവേണ്ടി മാത്രം സമയം കഴിക്കുകയും അരവയർ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ നടചാരി ക്ഷേത്രങ്ങളുടെ ശ്രീലകങ്ങളിൽ നിന്ന് പോയ സാധാരണ സാധുക്കളായ ഭക്തന്മാരെയും അതുപോലെ തന്നെ പൂജാരികളും നോവുന്ന വയറുമായി ജീവിക്കുമ്പോൾ ദിവസത്തിൽ 60 നാഴികയും മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി കാലയാപനം ചെയ്ത് അരനിമിഷം പോലും ഈശ്വര ഭജനത്തിൽ ഏർപ്പെടാതെ ചെറിയ ചെറിയ തുണ്ടു ഭൂമികൾക്ക് വേണ്ടി പരസ്പരം കലഹിച്ചും മല്ലടിച്ചും പോർവിളിച്ചും അംഗം കുറിച്ചും നടന്ന കേരളത്തിന്റെ അനൈക്യമാണ് ആചാര്യൻ കണ്ടത്. മാത്രവുമല്ല, ഒരു കൈയിൽ കുരിശും മറുകൈയിൽ വാളുമായി തെരുവിലിറങ്ങി നിർബന്ധിത മതപരിവർത്തനം നടത്തിയ ഒരു മതാന്ധത തഴച്ചു വളർന്ന കാലം. അങ്ങനെ ആകെ അസ്വസ്ഥമായ ഒരു കാലഘട്ടം മധ്യകാല കേരളത്തിന്റെ ദുരന്ത ഭൂമിയിലേക്ക് എഴുത്തച്ഛൻ ഒരു ഭക്തിയുടെ അമരഗംഗ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്ന ആ നാരദമുനിയുടെ പ്രഖ്യാപനമാണ് രാമായണത്തിന്റെ കാതലായ സന്ദേശം എന്ന് നമുക്കൊക്കെ പറയാം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെയാണ് നമ്മുടെ മർത്യ ജീവിതത്തെ സാർത്ഥകമാക്കേണ്ടതെന്ന് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചു. ധർമ്മത്തിലൂടെ ജീവിക്കുക, ധർമ്മത്തിലൂടെ ജീവിച്ചിട്ട് അർത്ഥം നേടുക, ധർമ്മത്തിലൂടെ ജീവിച്ച് അർത്ഥം നേടിക്കഴിഞ്ഞാൽ മൂന്നാമത് മനുഷ്യന് അനിവാര്യമായ കാമനകളിലേക്ക് പോവുക. കാമം, ആഗ്രഹങ്ങൾ എന്നാണ് അതിനർത്ഥം. അതിന് ദുഷിച്ച അർത്ഥം മാത്രം കൽപ്പിച്ചാൽ നേരാവുകയില്ല അത്. അപ്പോൾ ധർമ്മത്തിലൂടെ ജീവിച്ച് അർത്ഥം നേടാവും. അർത്ഥം നേടാം, നമുക്ക് ധനം വേണം, സമ്പത്ത് വേണം, പക്ഷെ ധർമ്മമാർഗത്തിലൂടെ അത് നേടണം എന്നുള്ളതാണ്. അങ്ങനെ ധർമ്മമാർഗത്തിലൂടെ ജീവിച്ച് അർത്ഥം സമാഹരിച്ച് കാമനകളൊക്കെ, നമുക്ക് അനിവാര്യമായ കാമനകളൊക്കെ അനുഭവിച്ച ശേഷം ആത്യന്തികമായ മോക്ഷത്തിലെത്തുക. അപ്പൊ ധർമ്മത്തിൽ നിന്ന് തുടങ്ങി മോക്ഷത്തിലേക്ക് എത്തുന്ന ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ പരിപാലനം രാമായണം വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. അതിലെ ആത്യന്തികമായത്, പ്രഥമമായിട്ടുള്ളത്, പ്രധാനമായിട്ടുള്ളത് ധർമ്മമാണ്. എന്താണ് ധർമ്മം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന രാമായണം. ഇന്നത്തെ കാലഘട്ടം ഞാൻ ആശിച്ചു പോകുന്നു 15, 18, 20 വയസ്സ് പ്രായമുള്ള കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അവർ കേൾക്കേണ്ടതാണ്, അവരെ കേൾപ്പിക്കേണ്ടതാണ്. ഈ അമ്മമാർക്ക് അവരെ കേൾപ്പിക്കുവാനുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാകണേ എന്നുള്ളതാണ് എനിക്ക്. ഞാനിത് അറിയപ്പെടുന്ന തൃശ്ശൂരിലെ ഒരു വിദ്യാലയത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന 300ഓളം കുട്ടികളുടെ സദസ്സിൽ രാമായണ സംവാദത്തിന് പോയി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പോയത്. അപ്പോൾ 16, 17 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാതെ സന്തോഷം തോന്നി. അവരോട് സംസാരിക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നി. ഞാൻ അവരോട് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് രാമായണത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരെ? ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾ ഉപാസിക്കുന്നത്? ആരെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഒരല്പം നിശബ്ദത പടർന്നു. അവിടെ ഒരാളും മിണ്ടുന്നില്ല. കുറച്ചു നേരം ഞാൻ ക്ഷമയോടെ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുമ്പോൾ ഒരു മിടുക്കൻ, ഒരു ആൺകുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞ മറുപടി മങ്കി ഗോഡ് എന്നാണ് അവൻ പറഞ്ഞത് എന്നോട്. മങ്കി ഗോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് അന്ധാളിച്ചു പോയി. ഈ മങ്കി ഗോഡ് രാമായണത്തിൽ അങ്ങനെ ഒരു പേര്, ഒരു കഥാപാത്രം ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷെ അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാനൊരു അല്പം നിശബ്ദത വീണ്ടും തുടർന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് ബോധ്യപ്പെട്ട കുട്ടി അത് വ്യാഖ്യാനിച്ചു തന്നു. പക്ഷേ ഹനുമാൻ ഞാൻ പറഞ്ഞതാ. ഹനുമാൻ അങ്ങനെയാണ് അവൻ പറഞ്ഞത്, ഹനുമാൻ എന്നല്ല, ഹനുമാൻ എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് മനസ്സിലായി ആ മോൻ പറയാൻ അവനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും എന്നുള്ളത്. നോക്കൂ, നമ്മുടെ കൗമാര ഭാവനകളിൽ, കൗമാര സ്വപ്നങ്ങളിൽ അവരുടെ ഹൃദയാന്തർഭാഗത്ത് കുടിയിരിക്കുന്ന ശക്തിയുടെയും പൗരുഷത്തിന്റെയും അധികായനായിട്ടുള്ള പർവ്വത സമാനനായി ഉയർന്ന ആഞ്ജനേയ സ്വാമി മങ്കി ഗോഡ് എന്ന് പറയുന്ന CBSE ടെക്സ്റ്റ് ബുക്കിലെ ഏടുകളിൽ പതിപ്പിച്ചിരിക്കുന്ന, അച്ചടിച്ചിരിക്കുന്ന പദമായി രൂപാന്തരപ്പെട്ടത് എന്ത് ഗതികേട് കൊണ്ടാണ് എന്ന് നമ്മൾ നിശബ്ദമായി കുട്ടിയെ കുറ്റം പറയാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് 16-17 വയസ്സായ മക്കളോ പേരക്കുട്ടികളോ ഒക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് ഇങ്ങനെ ഒരു സദസ്സിൽ എണീറ്റ് നിന്ന് മങ്കി ഗോഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ കുട്ടിയിലൂടെ ഇങ്ങനെ ഒരു ഗതികെട്ട ശബ്ദം ഞാൻ കേട്ടല്ലോ എന്ന് നിങ്ങൾക്ക് തലകുനിക്കാൻ തോന്നുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രേരണ എന്ന് പറയുന്നത്. വർദ്ധിതധര ധവള ഹിമാചല സന്നിഭ തുങ്ക ശരീരൻ, നെടുതാകിന കൊടിമരമെന്ന് കണക്ക് തടിച്ചൊരു വാലും, തുടുതുട നയനങ്ങളും അമ്പട് ചെമ്പുകിടാരം പോലെ, കുടിലാകൃതി ശശികല പോലെ വിളങ്ങിന ദന്ത കദംബം എന്ന് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആഞ്ജനേയ സ്വാമിയെ ഹിമാലയത്തിന്റെ ഒരു ശൃംഗം അടർന്നു നിൽക്കുന്ന മാതിരി, എന്തൊരു വർണ്ണനയാണത്! വർദ്ധിതധര ധവള ഹിമാചല സന്നിഭതുംഗ ശരീരൻ, അവന്റെ ശരീരത്തെ കുറിച്ച് പറയാ. വർദ്ധിതധരമായ വെണ്മയുള്ള ഹിമാലയത്തിന്റെ ശൃംഗമാണവൻ. വർദ്ധിതധര ധവള ഹിമാചല സന്നിഭ തുങ്ക ശരീരൻ. അങ്ങനെ തടിച്ച ഹിമാലയ ശൃംഗം പോലുള്ള ശരീരത്തിൽ പട്ടിവാല് പോലെ ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഒരു വാല് പോലെ പോരല്ലോ. അവിടെ വാലെന്താ? അതാ പറയുന്നത് കൊടിമരം പോലെ. ആ ധവള ഹിമാചല സന്നിഭ തുങ്ക ശരീരൻ, നെടുതാകിന കൊടിമരമെന്ന് കണക്ക് തടിച്ചൊരു വാലും. ആ ശരീരത്തിന്റെ കണ്ണുകൾ എങ്ങനെയാകണം? തുടുതുട നയനങ്ങളും അമ്പൊട് ചെമ്പുകിടാരം പോലെ, ചെമ്പുകിടാരം പോലെ തുടുതുടുത്ത 2 കണ്ണ്. എന്നിട്ടോ കുടിലാകൃതി ശശികല പോലെ വിളങ്ങിന ദന്ത കദംബം. കുടിലാകൃതി, കുടിലെന്ന് പറഞ്ഞാൽ കുടില ബുദ്ധി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. വളഞ്ഞ ബുദ്ധി, കൊനിഷ്ഠ എന്നൊക്കെ പറയും അതിനെ. പക്ഷെ ഇവിടെ എന്ത് മനോഹരമായ വക്രതയ്ക്കും ചിലപ്പോൾ ഭംഗിയുണ്ട്, വളവിനും ചിലപ്പോൾ ഭംഗിയുണ്ട്. വളഞ്ഞ പല്ല്, കൂർത്തു വളഞ്ഞ ദന്ത കദംബം, പല്ലിൻ കൂട്ടം. അതാണ് കുടിലാകൃതി ശശികല പോലെ വിളങ്ങിന ദന്ത കദംബം. കൂർത്തതും വളഞ്ഞതുമായ പല്ലിനെ മൂടിയിരിക്കുന്ന മോണ. ആ രൂപം അങ്ങനെ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ ഭഗവാൻ അങ്ങനെ അവതരിക്കുകയാണ്. കുഞ്ചൻ നമ്പ്യാർ ആ പടു അല്ലെങ്കിൽ വാഗ്ധോരണിയിലൂടെ ഈ ഭടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്ക് ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. കട്ടുകട്ടപ്പട്ടു കഠിന സംസ്കൃത വികടകടുകവിയേറിയാൽ ഭടജനങ്ങൾ ധരിക്കയില്ല തിരിക്കുമൊക്കെയുമേറ്റവർ. സാധാരണക്കാർ ഭടജനങ്ങളുടെ മുമ്പിൽ ചാരു കേരള ഭാഷയാണ് ഉചിതം, അല്ലാതെ കട്ടുകട്ടപ്പട്ടു കഠിന സംസ്കൃത വികടകടുകവി അവരെ മനസ്സിലാക്കിക്കില്ല. അതാണ് അമ്പലപ്പുഴയിൽ അന്ന് ഒരു മിഴാവിന്റെ ശബ്ദം ഉയർന്നതും ചാക്യാരെ കളിയാക്കിയിട്ടുള്ളതെന്ന കലാരൂപം ഉടലെടുത്തതും. ജനകീയനായ കവിയല്ലേ ആ മഹാമേരുവിനെ പോലെയുള്ള കുഞ്ചൻ. ആ കുഞ്ചന്റെ പ്രഭാവത്തിൽ ആഞ്ജനേയ സ്വാമി ജ്വലിച്ചു നിൽക്കുന്നത്. ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ ഈ ആഞ്ജനേയന്റെ പർവ്വത സമാനമായ ശരീരത്തെയും പൗരുഷത്തെയും എണ്ണി പറഞ്ഞു കൊടുക്കാൻ പരാജയപ്പെട്ടപ്പോഴാണ് നമ്മുടെ ഈ കഥാപാത്രമായ കുട്ടിക്ക് മങ്കി ഗോഡ് എന്ന് ആഞ്ജനേയനെ പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഒരമ്മയും ഒരു ഗുരുവും ഒരു കുട്ടിയെ നിർണയിക്കുന്നതിന് വേണ്ടി അവനെ ആരാക്കണമെന്ന് തീരുമാനിക്കുന്ന 2 വലിയ ശക്തികളാണ്. അങ്ങനെ ഒരമ്മ, ഒരു ഭുവനേശ്വരി ഇല്ലാത്തത് കൊണ്ട് രണ്ടാമതൊരു വിവേകാനന്ദൻ ജനിച്ചില്ലല്ലോ. അങ്ങനെ ഒരു പരമഹംസദേവൻ ഉടലാർന്ന് വരാത്തത് കൊണ്ടാകാം പിന്നൊരു വിവേകാനന്ദൻ ഉണ്ടാകാതെ പോയത്. രണ്ടാമതൊരു വിവേകാനന്ദൻ എനിക്ക് തിരൂരിനടുത്ത് ശോഭാപറമ്പിൽ ഒരു പ്രഭാഷണത്തിന് തന്നൊരു സബ്ജക്റ്റ് ഇതായിരുന്നു. ഇനി കേരളത്തിൽ വീണ്ടും ഒരു വിവേകാനന്ദൻ പിറക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് അവരുടെ വിഷയം. നീളമുള്ള വിഷയം, എന്ത് മനോഹരമായ വിഷയം നോക്കൂ. കേരളത്തിൽ, ഭാരതത്തിൽ, കേരളത്തിലല്ല, രണ്ടാമതൊരു വിവേകാനന്ദൻ ജനിക്കാത്തത് എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അതിനകത്ത് വന്നു കഴിഞ്ഞു. ഈ വിഷയങ്ങളുടെ പരിഹാരമാണ് രണ്ടാമതൊരു വിവേകാനന്ദൻ പിറക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ ഞാൻ ഗതി മാറാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ശരി, ഈ വർദ്ധിതതര ധവള ഹിമാചല സന്നിഭതുംഗ ശരീരൻ
രാമനാമാങ്കിതമായ അങ്കുലിയം ഉടയാടത്തുമ്പിൽ കെട്ടിയിട്ട് മഹേന്ദ്രഗിരിയുടെ മുകളിൽ കയറി നിന്ന് കൂറ്റൻ ശരീരത്തെ പിരവിരൽ തുമ്പിൽ കുത്തി നിർത്തി കണ്ണുകൾ ദൃഷ്ടികൾ ലങ്കയിലേക്ക് വായിച്ച് കരങ്ങൾ നീട്ടി രാമമന്ത്രത്തെ ഉരുവേറ്റിക്കൊണ്ട് സിംഹനാദം മുഴക്കി പാരാവാരത്തിന്റെ മുകളിലൂടെ കുതിക്കുന്ന ആഞ്ജനേയനെ അകക്കണ്ണുകൊണ്ട് അറിയിക്കുവാൻ നമ്മുടെ വീടുകളും വിദ്യാലയങ്ങളും പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ആരാകണം ഭാവിയിൽ എന്ന് ചോദിക്കുന്ന നരേന്ദ്രനോട് നരേന്ദ്രൻ പറഞ്ഞ മറുപടി അറിയാം, കുതിരവണ്ടിക്കാരനാണെന്നൊക്കെ അല്ലേ. അതൊക്കെ നമ്മൾ കേട്ട കഥയാണ്. അവൻ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി അമ്മ മടിയിലിരുത്തി പറഞ്ഞ കഥകൾ മുഴുവൻ ആഞ്ജനേയനെ കുറിച്ചായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഇരുന്നൊരു രാവണൻ കടലുകൾക്കപ്പുറം ഇരുന്ന് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ആ ദേശത്തേക്കാണ് കടന്നു ചെന്നത് ആഞ്ജനേയൻ. 100 യോജന വിസ്തൃതമായ കടൽ മാത്രമേ താണ്ടിയുള്ളൂ. 7 കടലുകൾക്കപ്പുറം ഈ അഭിനവ ഹനുമാൻ കടന്നു ചെന്നില്ലേ. ഉണ്ടും ഉറങ്ങിയും ഇണചേർന്നും കഴിയലല്ല ജീവിതമെന്നും ഇതിനതീതമായി നമുക്ക് ധാർമ്മികമായ അടിത്തറയുണ്ടെന്നും ആ ധർമ്മത്തിന്റെ ജയശങ്കമൂതിക്കൊണ്ടാണ് സ്വാമിജി തിരിച്ചു പോകുന്നത്. ഇവിടെ ആഞ്ജനേയന്മാരാണ് പിറക്കേണ്ടത്. അതുകൊണ്ടാണ് സ്വാമിജി ഊറ്റം കൊണ്ട് പറഞ്ഞത്, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളൊക്കെ ഹനുമാന്മാരാകുവിനെന്ന്. ഹനുമാനിലുള്ള ഇച്ഛാശക്തി, മനസ്ഥൈര്യം, നിശ്ചയദാർഢ്യം, ഈ 3 ഗുണങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുമെങ്കിൽ നമുക്ക് ആശിക്കാം അവർ നമ്മുടെ പന്ഥാവിലൂടെ സഞ്ചരിക്കും, നമുക്ക് കൂട്ടായിട്ടുണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം. ഇവിടെ അവിവേകം എന്ന് പറയുന്നത് ഒരു അപരാധമല്ല എന്ന് ആണയിട്ട് പറയുകയാണ് നമ്മുടെ യുവത്വം. അവിവേകങ്ങളിൽ പെട്ടുപോവുകയാണ്. അവിടെ തിരുത്തുവാൻ ഒരു രാമന്റെ കുറവുണ്ടല്ലോ. ശ്രീരാമൻ അഭിഷേകം മുടങ്ങി എന്ന വാർത്ത കേട്ട് കുപിതനായി തെക്കു നിന്ന് ചീറിയടിച്ച ലക്ഷ്മണകുമാരന്റെ ഉജ്ജ്വലമായ മുഖം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകാം. രാമായണം പാരായണം ചെയ്യുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റാത്ത പൗരുഷത്തിന്റെ അഗ്രേസരനാണ് വീരക്ഷത്രിയ കുമാരൻ ലക്ഷ്മണൻ. തന്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠന് രാജ്യം നഷ്ടപ്പെട്ടു, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു. അതിൽ കേവലമായ വേദനയല്ല അവനുണ്ടാകുന്നത്, ധർമാനാഥമാവുകയാണ് ഇവിടെ. മൂത്തവനിരിക്കുമ്പോൾ, അതും ലോകൈകവന്ദ്യനായ ലോകാഭിരാമനായ രാമൻ അടുത്തുള്ളപ്പോൾ എന്തിന് ഭരതന് രാജ്യം കൊടുക്കണം? എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു ആജ്ഞ പുറപ്പെടുവിക്കുന്നതിനുള്ള ചേതോവികാരം എന്താണ്? അങ്ങനെയുള്ള പിതാവിന്റെ വൃദ്ധപ്പിച്ചുകൾ ഞാൻ മാനിക്കുന്നില്ല. അച്ഛന് തോന്നുമ്പോൾ തോന്നുന്നത് പറയാനുള്ളതല്ല. ധർമ്മം, രാജനൈതികം എന്ന് പറയുന്നത് കുറ്റമറ്റതാണ്. അജന്റെ, ദിലീപന്റെ, ഇക്ഷാകുവിന്റെ വംശത്തിൽ പിറന്നവരാണ് ഞങ്ങൾ. സൂര്യകുലത്തിലുള്ളവരാണ് ഞങ്ങൾ. അനാഥരല്ല, സനാഥരാണ്. ഏത് യാജ്ഞവൽക്യനാണ് ഇങ്ങനെ വിധിച്ചത്? ആരാണ് ഉപദേശിച്ചത്? അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠന്റെ അഭിഷേകം മുടങ്ങാനുള്ള കാരണമെന്തോ അതിന് പരിഹാരം ഞാൻ ചെയ്യും. അതിനുള്ള ശൗര്യം എനിക്കുണ്ട്. ഇതാണ് ലക്ഷ്മണൻ പറയുന്നത്. അച്ഛനോട് പറയാൻ പാടില്ലാത്ത എല്ലാ അധർമ്മ വാക്കുകളും അവനിൽ നിന്ന് പുറപ്പെട്ടു. ലക്ഷ്മണൻ നമുക്ക് വിചാരണ നടത്തേണ്ടതുണ്ട്. ലക്ഷ്മണനെ കൂട്ടിൽ കയറ്റി നിർത്തി ചോദിക്കണം പലതും. പക്ഷേ ലക്ഷ്മണനിൽ ഇത് ഉണർത്തിവിട്ട വികാരം എവിടെ നിന്നൊന്ന് ആലോചിക്കൂ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം പ്രവാഹീനം ഷടപ്രിയം. ലക്ഷ്മണൻ പിതാവിനെ കുറിച്ച് പറഞ്ഞ ദുർഗ്രഹവചനങ്ങളാണ്. അച്ഛൻ ഭ്രാന്തചിത്തം, ജഡം ശാപം, വൃദ്ധം കിഴവൻ, ഒന്നിനും കൊള്ളാത്തവൻ. വൃദ്ധം തെറ്റാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു പാഠങ്ങൾ ഉള്ളതാണ്. വൃദ്ധൻ എന്നാൽ വൃദ്ധിയുള്ളവനാണ് എന്ന് എത്ര മക്കളെ പഠിപ്പിക്കുന്നു. ജീവിതാനുഭവം കൊണ്ട് വൃദ്ധി തേടിയവനാണ് വൃദ്ധൻ. അല്ലാതെ വൃദ്ധൻ എന്നാൽ ഒന്നിനും കൊള്ളാത്തവനെന്നല്ല. പഞ്ചമഹാവൃദ്ധികളിൽ ഒന്ന് മാത്രമാണ് വയോവൃദ്ധി, വയസ്സുകൊണ്ടുള്ള വലിപ്പം. വയസ്സുകൊണ്ട് മാത്രം ജനാനര ബാധിച്ചതുകൊണ്ട് വൃദ്ധൻ എന്ന് കളിയാക്കുന്നവരെ തിരുത്തിക്കാൻ കഴിയണം. അതുകൊണ്ട് വൃദ്ധി, ഇവിടെ ലക്ഷ്മണൻ വൃദ്ധനെന്നാൽ കഴിവുകെട്ടവനെന്നോ ദുർബലനെന്നോ ആജ്ഞ പാലിക്കാൻ കഴിയാത്തവനെന്നോ ധർമ്മം നടപ്പാക്കാൻ കഴിയാത്തവനെന്നോ ഒക്കെയുള്ള അർത്ഥത്തിലാണ്. അച്ഛൻ ഭ്രാന്തന്റെ മനസ്സാണ് അച്ഛൻ. ഇപ്പോൾ ഭ്രാന്തചിത്തം. ഭ്രാന്തന്റെ മനസ്സിനെന്താ പ്രത്യേകത? സ്ഥിരതയില്ല. ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. സ്ഥിരബുദ്ധിയില്ലാത്തവനായി പോയി അയോധ്യയുടെ രാജാധിരാജൻ. ഭ്രാന്തചിത്തം, ജഡം ശവം, വൃദ്ധൻ കിഴവൻ, വധൂജിതൻ. അതാ നാണം കെട്ടവനെന്ന് മാത്രമല്ല, പെണ്ണിനെ ഇംഗിതം സാധിക്കാൻ മാത്രമുള്ള ഭർത്താക്കന്മാരെ പറയും. നമ്മൾ ഇംഗ്ലീഷിൽ ഹെൻബെക്ക് എന്നൊക്കെ പറയാറുണ്ടല്ലോ. സ്ത്രീലമ്പടൻ,
എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ എത്ര നാണക്കേടാ പിതാവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. വധൂചിതൻ, ശാന്തേതരൻ, ത്രപാഹീനൻ, നാണം കെട്ടവൻ, ത്രവയില്ലാത്തവൻ, ലജ്ജയില്ലാത്തവൻ, നിർലജ്ജൻ, ശഠപ്രിയൻ. അങ്ങനെ ബന്ധിച്ചു താതനെയും മറ്റു പരിപാടികളായുള്ളവരെയും ഒക്കെ അന്തകൻ വീട്ടിൽ നയിച്ചിട്ട് അഭിഷേകം ഒരു അന്തരം കൂടാതെ ചെയ്വൻ പിഴ തീർപ്പാൻ, ഈ കൊടിയ പിഴ തീർക്കാൻ അച്ഛനെയും കിങ്കരന്മാരെയും ഞാൻ യമപുരിക്കയക്കും കാലപുരിക്കയക്കും, എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠന്റെ അഭിഷേകം നടത്തും, എന്നിട്ടൊരു പ്രമാണം ഉന്നയിക്കുന്നു, ന്യായം പറയുന്നുണ്ട്. ഭാരതീയന്റെ മനസ്സിൽ ഗുരു എന്ത് വിവരക്കേട് പഠിപ്പിച്ചാലും ഗുരുവിനെ സ്തുതിക്കലല്ല, ഗുരു വിവരക്കേട് പഠിപ്പിച്ചാൽ തിരുത്തണം ഗുരുവിനെ. കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. കാര്യമില്ലാത്തത് പഠിപ്പിച്ചാൽ പറഞ്ഞാൽ ആചാര്യനെയും ശാസിക്കാം, ഗുരുവിനെയും ശാസിക്കാം. അതുകൊണ്ടാണ് ആ ഒരു ന്യായവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിസാരത്തിലെ ഈ പ്രബലമായ ന്യായത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറയുന്നു, എന്റെ അച്ഛൻ ചെയ്ത അപരാധം ഞാനായി തിരുത്തും. യുവത്വത്തിലേക്ക് പ്രവേശിച്ച കുട്ടിയുടെ ചോരത്തിളപ്പാണ്. ഇവന്റെ വരവാണെങ്കിലോ ഊരിപ്പിടിച്ചിരിക്കുക, വാളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഉറയിൽ നിന്ന് വാൾ ഊരിപ്പിടിച്ച് ഹിംസയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഈ തിളങ്ങുന്ന വെള്ളിവാൾ മുന മുകളിലേക്ക് ഉയർത്തിക്കാട്ടി കുടുമയൊക്കെ കാറ്റത്തുലയുമാറ് പുരികക്കൊടിയൊക്കെ വളഞ്ഞ് കണ്ണുകൾ കനൽക്കട്ട പോലെ കണ്ണുകളെ ജ്വലിപ്പിച്ചുകൊണ്ട് പല്ലുകൾ കൂട്ടി ഞെരിച്ചുകൊണ്ട് ഇപ്പോൾ താൻ പറയുന്നത് പ്രവർത്തിക്കുമെന്നൊരു നിശ്ചയദാർഢ്യത്തോടുകൂടെ അവിടേക്ക് പുറപ്പെട്ടു വന്ന ലക്ഷ്മണൻ കൂടുകൂട്ടിയ ചില്ലയ്ക്കെതിരെ വീശും കൊടുങ്കാറ്റിനെ നോക്കി കീഴും കുഞ്ഞാറ്റക്കിളി പോലെ. ലക്ഷ്മണന് പിറവി കൊടുത്ത, ജന്മം കൊടുത്ത, നേരത്തെ നീതി ഇവിടെ പറഞ്ഞ സുമിത്ര എന്ന മഗധ രാജ്യത്തിന്റെ കുമാരി, ആ അമ്മ സർവലോകൈക വന്ധ്യയായ ആ മാതാവ് വിറച്ചു. എന്റെ ഉദരത്തിൽ കിടന്നവനല്ലേ ഇവൻ? ഒരു മകനെ കൊണ്ട് ഒരു അമ്മ പരിഭ്രമിക്കുക, വേദനിക്കുക, അമ്മ ആശങ്കയിലാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടം. ഇവനെ തടയാൻ ലോകത്ത് ആർക്ക് കരുത്തുണ്ട്? അച്ഛനെയും പരിപാടികളായവരെയൊക്കെ അന്തകന്റെ വീട്ടിൽ നയിക്കുമെന്നാണ് അവന്റെ വാദം. അതിന് വേണ്ടുന്ന വാളും ഊരി പിടിച്ചിരിക്കുക, ഉറയിലല്ല വാള്. ഇപ്പോൾ ഇവൻ കുപിതനായി കടന്നു ചെന്നാൽ അങ്ങോട്ട് അകത്തെ കൊട്ടാരക്കെട്ടിലേക്ക് കടന്നാൽ ലക്ഷ്മണൻ എന്ത് ചെയ്യുമെന്ന് ആർക്ക് നിശ്ചയില്ല. എഴുത്തച്ഛൻ മിതത്തോടുകൂടെ അത് പറയുന്നുവെങ്കിലും അവന്റെ ഭാവം നമ്മൾ അറിയണം. നമ്മുടെ ചുറ്റുമുള്ള ലക്ഷ്മണകുമാരന്മാരുടെ ഇങ്ങനെയുള്ള അന്ധകരണത്തെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുവാൻ ആരണ്ടെന്ന്. അങ്ങനെ കുപിതനായി നിൽക്കുന്ന ലക്ഷ്മണൻ കത്തിച്ചൊലിക്കുന്ന തേജോമയമായ തീഗോളമായിട്ട് അങ്ങനെ മേൽക്കുമേൽ നാളങ്ങൾ ഉയരുമ്പോൾ ലക്ഷ്മണൻ എന്ന ഈ കുമാരനെ തണുപ്പിക്കുവാൻ പരിണിതപ്രജ്ഞനായ രാമൻ ചേർത്ത് മാറോട് നിർത്തും. ഈ കത്തിജ്വലിക്കുന്ന ചൂടാർന്ന ശരീരത്തെ ശാന്തനായ ഭഗവാന്റെ ശരീരത്തോട് ചേർന്നപ്പോൾ എന്തോ അവിടെ ഒരു വലിയൊരു രാസവിദ്യ സംഭവിക്കുകയാണ്. അങ്ങനെയാണല്ലോ, ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്നവരോട് പെട്ടെന്ന് ശാന്തചിത്തരായി മധുരമായ വാക്കുകൾ കൊണ്ട് അവരെ തണുപ്പിച്ച് കുളിർപ്പിച്ച് ശരീരത്തോട് ചേർത്ത് നിർത്തുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റം അനിർവചനീയമാണ്. ചേർത്ത് നിർത്തുക മാത്രമല്ല, ഭഗവാൻ പ്രയോഗിച്ച മനഃശാസ്ത്രപരമായ 2-3 വാക്കുകൾ. നമ്മൾ രാമായണം വായിക്കുമ്പോഴൊക്കെ വാക്കുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും ആ വാക്കുകളെ ധ്യാനിച്ചിട്ടുണ്ടോ? പറയുന്ന വാക്കുകളെ ധ്യാനിച്ചു നോക്കൂ. വത്സ എന്നാണ് ആദ്യത്തെ വിളി. വത്സൻ എന്ന് പറഞ്ഞാൽ വാത്സല്യമുള്ളവനെ. അപ്പോൾ അവനെ കത്തിജ്വലിച്ച കോപത്തെ ജ്വലിപ്പിക്കാനല്ലല്ലോ ആ വാക്ക്. നിനക്ക് സ്നേഹമുണ്ട്, വാത്സല്യമുള്ളവനാണ് നീ സംഹാരത്തിനായി നിൽക്കുമ്പോൾ നിന്റെ പ്രകൃതമല്ല ഇത്, നിന്റെ സ്ഥിര സ്വഭാവമല്ല, നീ വത്സലനാണ്. ഒരു നല്ല ആശയം അവിടെ വിനിമയം ചെയ്യുന്നുണ്ട്. വത്സ ആദ്യത്തെ ശബ്ദമാണ്. ആ ശബ്ദം മാത്രം മതി നമുക്കൊരു പ്രഭാഷണ വിഷയം. വാത്സല്യമുള്ളവനെ എന്ന് വിളിച്ചിട്ട് രണ്ടാമതോ സൗമിത്രേ, അതൊരു താക്കീതാണ്. ആ രണ്ടാമത്തെ ശബ്ദം. നീ ആരെന്നാണ് നിന്റെ വിചാരം? നീ സുമിത്രയുടെ മകനാണ്. ആരാണ് സുമിത്ര? അവിടെ എത്ര ഉപചോദ്യങ്ങൾ വരും. നിന്നെ ജനിപ്പിച്ച, നിന്നെ സൃഷ്ടിച്ചതിന്റെ മാതാവ് ആരാണ്? ആ സുമിത്രയുടെ ഗുണങ്ങൾ എന്താണ്? എഴുത്തച്ഛൻ ആ വാക്കിലൂടെ എന്തൊരു പാരാവാരം പോലൊരു ആശയമാണ് നമുക്ക് തന്നത്. സുമിത്രയുടെ മകനാണ് നീ, അല്ലാതെ കൈകസിയുടെ മകനല്ല. അല്ലെ, ഒരു അണ്ടർസ്റ്റുഡ് അവിടെ. വെറുതെ കൊണ്ടുറങ്ങി ഇണചേരുന്ന ഒരു സ്ത്രീക്ക് പിറന്നതല്ല.
ഓരോ പിറവിക്ക് പിന്നിലും ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലെ? ഭുവനേശ്വരി ദേവിയുടെ നീണ്ട പ്രാർത്ഥനയിലൂടെയാണ് നരേന്ദ്രൻ പിറന്നത്. അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ ഒരു പിറവിക്ക്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ് ഒരു പിറവിക്ക് പിന്നിലെങ്കിൽ ആ പിറവി അത് ലോകത്തിന് വെളിച്ചം കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാതെ കാടത്വത്തിലൂടെ കുട്ടികളെ സൃഷ്ടിക്കുന്ന ഇവിടെ മാതൃപുത്ര ബന്ധം ഇങ്ങനെ ആകൂ. അപ്പോൾ ഓരോ പിറവിക്ക് പിന്നിലും ഒരു പ്രാർത്ഥനയുണ്ടെന്നതുപോലെ നിനക്ക് ജന്മം നൽകിയ സുമിത്ര മാതാവിന്റെ വലിപ്പം നീ അറിയുന്നുണ്ടോ എന്നൊരു ഉദ്ദേശമുണ്ട് ആ വാക്കിൽ. വെറും 2 വാക്കുള്ളൂ, വത്സ സൗമിത്രേ കുമാര. അതും വീണ്ടും നീ കുട്ടിയാണ്, കുമാരനാണ്. നീ പരിണതപ്രജ്ഞനായ വലിയ ലോകത്ത് മുഴുവൻ അമ്മാനമാടാൻ പാകതയുള്ള അച്ഛനെയും തിരുത്താൻ, ഗുരുനാഥന്മാരെ തിരുത്താൻ, ഈ ലോകത്തെ നന്നാക്കി കളയാം. 20 വയസ്സായ കുട്ടി പറയാം ഈ ലോകം ശരിയല്ല എന്നങ്ങ് പറയും. ഈ ലോകം ശരിയല്ല. ലോകത്തെ നന്നാക്കാൻ അവൻ കഷ്ടപ്പെട്ടു 10 വർഷം, വയസ്സ് 30ആയി. ലോകം നന്നാവില്ല, എനിക്ക് വയ്യ. എന്റെ രാജ്യത്തെ നന്നാക്കിയാലോ, പിന്നെ പുറപ്പെട്ടു 10 കൊല്ലം, വയസ്സ് 40ആയി, രാജ്യവും നന്നാവില്ല. ഞാൻ അധിവസിക്കുന്ന ഈ നാട്, സംസ്ഥാനം നന്നാക്കിയാലോ, വയസ്സ് 50ആയി, അതും നേരെ ആവുന്നില്ല. പിന്നെ എന്ത് ചെയ്യാം? എന്റെ നാടിനെ നന്നാക്കാൻ നോക്കാം. എന്റെ ഗ്രാമം, വയസ്സ് 60ആയി, നാടും ശരിയാവണില്ല. പിന്നെ വീട്ടിൽ നിന്ന് തുടങ്ങിയാലോ, എന്റെ വീടിനെ ശരിയാക്കാം. 5-8 ഉണ്ടല്ലോ വീട്ടിലെ 7-8 സ്വഭാവം, അതും ശരിയാണ്, വയസ്സ് 70. അപ്പോഴാണ് തോന്നിയത് ഞാൻ ആദ്യം നന്നായാലോ, എങ്കിൽ ബാക്കി പരിഹാരങ്ങളൊക്കെ ആവും. അങ്ങനെ 70ാമത്തെ വയസ്സിൽ സ്വയം നന്നാവാൻ തീരുമാനിച്ചു. 70-75 ആയപ്പോഴേക്കും അങ്ങ് പോവേണ്ടടുത്തങ്ങ് പോയി, ഒന്നും സാധിക്കാതെ പോയി. ഇത് വെറുതെ തമാശയ്ക്കാണ് പറയുന്നതെങ്കിലും നമ്മുടെ മനുഷ്യ സ്വഭാവത്തിന്റെ ഭാവനകളുടെ ചില വൈകല്യങ്ങളെ കുറിച്ച് പറയാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് കുമാര, കുട്ടി, നീ കുട്ടിയാണ്, കേൾക്കണം. വത്സസൗമിത്രേ കുമാര, നീ കേൾക്കണം. എങ്ങനെ കേൾക്കണം? മത്സരാദ്യം വെടിഞ്ഞ് ചോദ്യം തൊടുത്തുവിടും മുമ്പ് അതിന് പരിഹാരം, അതിന് തർക്കുത്തരം, അതിനെ ന്യായീകരിക്കാനുള്ള കുടുസു വിദ്യകൾ, ഷോർട്ട് കട്ടുകളൊക്കെ കണ്ടുപിടിക്കും നമ്മൾ കുട്ടികൾ. അങ്ങനെയാണല്ലോ. മത്സരിക്കരുത്. മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. പിന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ലക്ഷണോപദേശം മാറ്റി നിർത്തിയ രാമായണ അധ്യാത്മരാമായണം ഒന്നുമല്ല. ദൃശ്യമായുള്ള രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തമതല്ലാകിൽ എന്തിനാ ഫലം. നമുക്ക് കാണാൻ കഴിയുന്ന രാജ്യം, ദേഹം, ധനം, ധാന്യം ഇതൊക്കെ സത്യമാണെങ്കിൽ നിന്റെ പ്രയാസം കൊണ്ട് അർത്ഥമുണ്ട്. ഇതൊന്നും നമ്മളോട് ചേർന്നതല്ലെങ്കിൽ, യോജിച്ചതല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഫലം? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചരമാണ്, മിന്നൽ കൊടി പോലെയാണ്. വേഗേന നഷ്ടമാം ആയുസ്വം. ചുട്ടുപഴുത്ത ലോകങ്ങളിൽ ഒരു തുള്ളി വെള്ളം എപ്രകാരം ബാഷ്പമാകുന്നു അതുപോലെയാണ് നമ്മുടെ ആയുസ്, അല്ലെ? ചക്ഷുശ്രവണ കളസ്ത്രത്തിൽ അകപ്പെട്ട ഋതുരം ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നത് പോലെ ആർത്തിയോടുകൂടെ നമ്മൾ ഭോഗങ്ങൾ നേടുകയാണ്. അങ്ങനെ തുടരുക പെരുമഴ പോലെ. ഇതൊക്കെ തല കുനിച്ച് നിന്ന് കേൾക്കുന്ന വിനീത വിധേയനായ ലക്ഷ്മണന്റെ ചിത്രം നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടോ? എല്ലാം കേട്ടു. ശരീരമാണ് എല്ലാത്തരം അഹന്തയ്ക്കും കാരണം. ബ്രാഹ്മണോഹം, നരേന്ദ്രോഹം, ആഢ്യോഹം. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ നരേന്ദ്രനാണ്, ഞാൻ ആഢ്യനാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴായിരിക്കാം ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ച് പോകില്ല, ബന്ധു വെണ്ണീറാഴ്ച മഞ്ഞു പോയില്ല, മണ്ണിന് കീഴെ കൃമികളായി പോകില്ല. അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാഭൂതം. ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നവരാണല്ലോ ഭക്തരൊക്കെ. ശത്രുക്കളെ സംഹരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന. അയലോകത്തുള്ള ശത്രുക്കളെയാണോ നമ്മൾ സംഹരിക്കേണ്ടത്? നമ്മൾ തെറ്റിദ്ധരിച്ചു പോലും വേണം. നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം തുടങ്ങിയ ഷഡ് വൈരികളുണ്ട്. നമ്മുടെ മനസ്സ് കൊടുങ്കാട് പോലെയാണ്. വേണ്ടത്ര പരിചരണം വേണ്ടുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ സത്സംഗവും പ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാതെ വരുമ്പോൾ മനസ്സിന് കാട് കയറും. ഈ കാട് കൊടുങ്കാടാകും. കൊടുങ്കാടാകുന്ന മനസ്സിനുള്ളിലേക്ക് കാമക്രോധ ലോഭ മോഹാദികളായ വന്യമൃഗങ്ങൾ താവളം ഉറപ്പിക്കും. ഈ വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ഭഗവതിയുടെ മുമ്പിൽ നമ്മൾ സത്വസംഹാര പുഷ്പാഞ്ജലി നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമ്മുടെ ആനന്ദസ്വാമി പറയും, ശരീരത്തെ വൃത്തിയാക്കാൻ വേണ്ടി സോപ്പ് എണ്ണയൊക്കെ മതി, പക്ഷെ മനസ്സിനെ വൃത്തിയാക്കാൻ ഒരു കഷ്ണം സോപ്പ് ആദ്യം കൊണ്ട് വിഴുങ്ങുക, പിന്നെ എണ്ണ കുടിക്കുക, കുറച്ച് വെള്ളം കൂടെ കുടിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് നന്നാവില്ലല്ലോ. ആശുപത്രിയിലൂടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ
അനിവാര്യമായും നമ്മൾ ഏർപ്പെടേണ്ട കർമ്മങ്ങൾ എന്താണ്? ഇങ്ങനെ ഭഗവാൻ ഒന്നൊന്നായിരിക്കും ലക്ഷ്മണോപദേശം മുഴുവൻ പറഞ്ഞു നിൽക്കാൻ നേരം പോരല്ലോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അതുകൊണ്ട് കുട്ടി ലക്ഷ്മണ, ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന മോഹൈകാന്തയായുള്ളത് വിദ്യ കേൾവി. സംസാരകാരിണിയായത് അവിദ്യ, സംസാരനാശിനിയായത് വിദ്യ. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. ഏകാന്തമായ മനസ്സോടെ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടണം. മോഹം, മോഹഭംഗം, വിദ്യ, അവിദ്യ, ഇതിനെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ക്രോധം നമ്മുടെ ശത്രുക്കളിൽ പരമപ്രധാനം. നീ ഇപ്പോൾ അച്ഛനെ കാരാഗ്രഹത്തിലടയ്ക്കുമെന്നും അല്ലെങ്കിൽ കാലപുരിക്കയക്കുമെന്നും പറഞ്ഞ് നിന്റെ ഈ ഒരു പ്രമാണമുണ്ടല്ലോ, അത് നീ ക്രോധം നിന്നിൽ അവതരിച്ചത് കൊണ്ട് ക്രോധം പരിത്യജിക്കണം. ക്രോധം യമനാണ്. ക്രോധമല്ലോ നിജതം ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം. ആകയാൽ നീ എന്ത് ചെയ്യണം? സന്തതം ശാന്തിയെ കാമസുരഭികേ. കാമധേനുവിനെ പോലെ നമ്മൾ എന്തു ചോദിച്ചാലും അതെല്ലാം തരുന്ന ആ കാമധേനുവാണ് ശാന്തി. ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്കണേ. സത്താപമെന്നാൽ ഒരു ജാതിയും വരാ. അങ്ങനെ ലക്ഷ്മണന്റെ വാഴ്മുന കീഴ്പട്ടേക്ക് ഇങ്ങനെ ഉറയിലേക്ക് പോയി അറിയാതെ. കണ്ണുകളൊക്കെ ശാന്തമായി തുടങ്ങി. പല്ലുകളുടെ പിടുത്തൊക്കെ വിട്ടു. ഞെരിവിരി കൊണ്ടിരുന്ന വിരലുകളെല്ലാം ശാന്തമായി. വളരെ ശാന്തഗംഭീരനായി ഭഗവാന്റെ മുന്നിൽ നിന്ന ലക്ഷ്മണന്റെ കണ്ണിൽ ഈറനണിഞ്ഞു. രണ്ടു തുള്ളി കണ്ണീര് കൃഷ്ണമണിയിൽ അങ്ങനെ പറ്റി നിന്ന് വിഷാദമഗ്രനായി തൊഴുകൈകളോടെ പാദങ്ങളെ കുമ്പിട്ട് അഭ്യർത്ഥിച്ചത്, അങ്ങയുടെ കൂടെ പോരുവാൻ ഈയുള്ളവൻ അനുവാദം തരണം. എന്നിലുണ്ടായിരുന്ന വിവരദോഷങ്ങളെല്ലാം അകന്നു. ലക്ഷ്മണന് ശാന്തജിത്ത് കരിക്കട്ട പോലെയായി, കനൽക്കട്ട പോലെ നിന്ന കണ്ണ്. അമ്മയോടും അനുവാദം ചോദിച്ച് വിട ചോദിക്കുന്ന ലക്ഷ്മണകുമാരൻ ഒരു പുരുഷായുസ് കൊണ്ട് നേടേണ്ടത് എന്താണ് നേടിയത്? ലക്ഷ്മണനിലേക്ക് നിങ്ങൾ അന്തർനേത്രങ്ങളെ ഒന്ന് തിരിച്ചു നോക്കിയിട്ടുണ്ടോ? കണ്ട ചൂരൽക്കാടുകളിലെല്ലാം കയറി ഇറങ്ങി ചൂരൽ വള്ളികൾ വെട്ടി ദേഹമാസകലം മുറിവേറ്റ് മനോഹരമായ പർണശാല ഉണ്ടാക്കി ഏറ്റവും മൃദുലമായ പത്രങ്ങൾ കൊണ്ടുവന്ന് തൽപ്പമൊരുക്കി ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും ശയിക്കുവാൻ തൽപ്പമൊരുക്കി മരം കോച്ചുന്ന തണുപ്പിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും കോരിച്ചൊരിയുന്ന പേമാരിയിലും കർത്തവ്യനിരതനായി അമ്പും വില്ലും പിടിച്ചു വന്യമൃഗങ്ങളിൽ നിന്നും മായാവികളിൽ നിന്നും ധർമ്മസ്വരൂപനെ സംരക്ഷിക്കുവാൻ ആശ്രമമുറ്റത്ത് കാവൽ നിന്നു തീർത്ത 14 ആണ്ടുകൾ. ആ സാഹോദര്യം നമ്മുടെ കുട്ടികൾക്ക് പാഠമാകേണ്ടതല്ലേ? കന്നിവയലുള്ളിൽ ഞാൻ ആദ്യം വിതച്ചതിന് 1:10 എനിക്ക് പകരം തന്ന മണ്ണിൽ ഞാൻ എൻ്റെ പൊന്നനുജനെ കേവലം കുഞ്ഞാടിനെ പോലെ കുരുതി ചെയ്ത്. ബൈബിൾ പറയുന്ന ഒരു കഥയുണ്ട്. കയ്യേനും കാവേലിനും ഈശ്വരൻ ദൈവം വന്ന് ഒരേ അളവ് ഭൂമി കൊടുത്തു, നിങ്ങൾ കൃഷി ചെയ്യൂ. രണ്ടുപേർക്കും ഈശ്വരൻ ഭഗവാൻ കൊടുത്ത ദൈവം കൊടുത്ത മണ്ണിൽ തിന വിതച്ചു. ജ്യേഷ്ഠന് കൊടുത്ത ഭൂമിയേക്കാൾ കൂടുതൽ വിളവ് അനുജന്റെ ഭൂമിയിൽ കിട്ടി. അസഹിഷ്ണുവായ ജ്യേഷ്ഠൻ, അസ്വസ്ഥനായ ജ്യേഷ്ഠൻ സ്വന്തം അനുജനെ ആ വിളവ് തന്ന മണ്ണിൽ കരുത്തറുത്ത് ചോര ഒഴുക്കി. എന്നിട്ട് ആ മണ്ണുഴുത് വീണ്ടും വിളവിറക്കി. ഇത് മറ്റൊരു സാഹോദര്യമാണ് ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. ധർമ്മത്തിന്റെ വഴിയിലൂടെ, നീതിയുടെ വഴിയിലൂടെ ജീവിതം നമുക്ക് സാർത്ഥകമാക്കാമെങ്കിൽ ആ നീതി തേടിയുള്ള വഴിയിൽ നമ്മെ സഹായിക്കാൻ കൊരങ്ങന്മാർ പോലും ഉണ്ടാകും. വാനരന്മാരും നാൽക്കാലികൾ പക്ഷികളും എല്ലാം കൂടിയില്ലേ ഭഗവാന്റെ കൂടെ. അധർമ്മത്തിന്റെ വഴിയിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വെല്ലുവിളികളും അട്ടഹാസങ്ങളും ഗർജനങ്ങളും സാഹസങ്ങളുമാണ് നിങ്ങൾക്ക് അലങ്കാരമെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളോടൊപ്പം സ്വന്തം കൂടപ്പിറപ്പ്, സ്വന്തം ചോരയിൽ പിറന്നവൻ പോലും കൂടെ ഉണ്ടാവില്ല. വിഭീഷണൻ ശരണാഗതനായി ഭഗവാനെ പ്രാപിച്ചില്ലേ? രാവണൻ മറ്റൊരു ജന്മമാണ്. കുട്ടിക്കൃഷ്ണമാരാർ 4 തരം സഹോദരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. രാമനും രാമസോദരന്മാരും ഒരു പക്ഷത്ത്, രാവണനും രാവണ സോദരരും മറ്റൊരു പക്ഷത്ത്, ബാലിയും സുഗ്രീവനും വേറൊരു പക്ഷത്ത്, തിരിയക്കുകളായ മിണ്ടാപ്രാണികളായ 2 പക്ഷികൾ
ജടായുവും സമ്പാദിയും വേറൊന്ന്. ഈ 4 സഹോദരങ്ങളെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്യൂ. അനുജൻ പറന്നുയരുമ്പോൾ, അനുജൻ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ, സൂര്യബിംബത്തിന്റെ തീക്ഷ്ണമായ ചൂട് എന്റെ പ്രിയങ്കരനായ അനുജനെ തട്ടി അവന്റെ ചിറകുകൾ കഴിഞ്ഞാലോ എന്ന് ഭയന്ന് ജ്യേഷ്ഠൻ പക്ഷി അനുജന് മേലെ പറന്ന് അനുജൻ പക്ഷിയെ തന്റെ ചിറകിൽ ഒതുക്കുമ്പോൾ ആ സൂര്യന്റെ തീക്ഷ്ണമായ കിരണങ്ങളേറ്റ് സമ്പാദി പക്ഷി ചിറക് കരിഞ്ഞ് കടൽക്കരയിൽ വീണില്ലേ? അനുജൻ സുരക്ഷിതനായി പറന്നകന്നു. അനുജനെ പിന്നെ കണ്ടില്ല. ഇതൊരു സാഹോദര്യമല്ലേ? ലക്ഷ്മണൻ ശ്രീരാമന്റെ മുമ്പിൽ പതിവ്രതയായ, പരിശുദ്ധയായ, സുന്ദരിയായ, കുലീനയായ ജനകന് പിറന്ന മകൾ ജാനകി അല്ലാതായത് ഊർമിളയാണല്ലേ? ജനകന് പിറക്കാത്ത മകൾ ജാനകിയായി. ജനകന്റെ പ്രിയപുത്രി ഊർമിള. അവളെ വൈദേഹി എന്ന് ആരും വിളിച്ചില്ല, മൈഥിലി എന്ന് ആരും വിളിച്ചില്ല, ജാനകി എന്ന് ആരും വിളിച്ചില്ല. അവളെ എന്തുകൊണ്ടാ ആദികവി അങ്ങനെ അവളെ നോക്കാതിരുന്നത്? അവൾ ത്യാഗിനിയാണ്. കൈച്ചലവില്ലാത്തൊരു സർട്ടിഫിക്കറ്റ് നമ്മുടെ പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അവൾ ത്യാഗിനി എന്റെ ഭാര്യ, ഒരു കൈച്ചലവുമില്ല, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മുടെ സ്ത്രീത്വത്തെ കുറിച്ച് മുണ്ടശ്ശേരിമായിട്ട് കളിയാക്കി പറയും, ത്യാഗിനിയല്ലേ, ഭർത്താവിന്റെ ബിരുദം കിട്ടിയില്ലേ, എന്തോ ആകാലോ ഇനി. ഭർത്താവ് കഴിഞ്ഞു തന്ന ഒരു വലിയ ഒരു അലങ്കാര പത്രം, ആദര പ്രമാണപത്രം, അതും ട്രെയിൻ ചെയ്ത് വീട്ടിൽ വെച്ചുകൊണ്ട് സുഖമായിട്ട് അവിടെ വിട്ടിരിക്കുക. പോരല്ലോ, അങ്ങനെ പോരാന്നാണ് പറഞ്ഞത്. ഇവിടെ ഊർമിള ത്യാഗിനി എന്ന കേവലമായ ശബ്ദത്തിനപ്പുറം പലരും വന്ന് ഊർമിളയോട് ചോദിക്കാറുണ്ട്, എന്റെ രാമനെ വിട്ടുകൊടുക്കാൻ സീതയ്ക്ക് തോന്നിയില്ലല്ലോ, സീത പിന്നാലെ പോയില്ലേ, നീ എന്താ സഹിച്ചിങ്ങനെ ഇരുന്നേ? ആര് പറഞ്ഞു എന്റെ പ്രിയൻ എന്നിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നുവെന്ന്? അദ്ദേഹം എനിക്ക് ചാർത്തി തന്ന ആ മുത്തുമാലയുണ്ടല്ലോ, ആ മുത്തുമാലയുടെ അറ്റത്ത് ആ താലിയിൽ വിരഹത്തിന്റെ എന്റെ കണ്ണീര്, വേദനയുടെ എന്റെ കണ്ണീര് അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കുമ്പോൾ സഹിക്കാനാവാതെ ഞാൻ വിതുമ്പും. ആ വിതുമ്പൽ കണ്ണീരായി പ്രവഹിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അറിയാതെ ഒരു തുള്ളി കണ്ണീര്, ചുട്ടുപഴുത്ത കണ്ണീര്, വേദനയിൽ നിന്നുണ്ടാകുന്ന കണ്ണീര് അങ്ങനെയാണ്. ആ ചുട്ടുപഴുത്ത കണ്ണീര് അദ്ദേഹം ചാർത്തി തന്ന താലിയിൽ വീഴുമ്പോൾ ആ കണ്ണീര് പളുങ്കുപോലുള്ള കണ്ണീര് തട്ടി ആ താലിച്ചരടിന്റെ അറ്റത്തെ താലി പ്രതിബിംബിക്കും. ആ പ്രതിബിംബത്തിന്റെ പ്രഭയിൽ ഞാൻ എൻ്റെ ആര്യപുത്രനെ കാണുന്നുണ്ട്. ഇതാണ് ഓർമ്മ പറഞ്ഞത്. ഞാൻ ആ കണ്ണീരിന്റെ കണ്ടോ, ആ കണ്ണീര് എൻ്റെ പ്രിയനെ പിരിഞ്ഞിരുന്നതിലൂടെ ഉണ്ടായതാണ്. ആ കണ്ണീര് വീഴുമ്പോഴുണ്ടാകുന്ന പ്രതിബിംബത്തിൽ ഞാൻ എൻ്റെ ആര്യപുത്രനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, നിത്യവും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പുരുഷായുസ് കൊണ്ട് ഇവൻ നേടേണ്ടതല്ല. വേരോടെ പിഴുതെറിഞ്ഞ് ധർമ്മത്തിന്റെ കാൽക്കീഴിൽ വെച്ച് വിനയാന്വിതനായിരുന്ന ലക്ഷ്മണകുമാരൻ, നീതി നേരത്തെ രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യാമടവിയും വിധി. രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോട് ജീവിച്ചുടയ്ക്കണം. വാൽമീകിയുടെ വലിയ മനോഹരമായിട്ട് തന്നെയാണ് എഴുത്തച്ഛന് വിവർത്തനം ചെയ്തത്. മോനെ ലക്ഷ്മണ, അയോധ്യയുടെ നാൽക്കവലയിൽ ചത്തുരത്തിൽ ജനാവിനെ തടിച്ചുകൂടി കണ്ണീരോടുകൂടി ഭഗവാനെ യാത്രയയക്കാൻ നിൽക്കുകയാണ്. ഈ അയോധ്യയുടെ രാജവീതിക്കപ്പുറം ഞങ്ങൾ വിടില്ല എന്നാണ് അവർ പറയുന്നത്. രാമൻ മുന്നോട്ട് ഗമിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ? തിഷ്ഠ പ്രഭോ രാമാദയാനിധേ, ദൃഷ്ടിക്ക് അമൃതമായൊരു തിരുവേനി കാണായിലങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, പ്രാണനോ പോയതല്ലോ മമ ദൈവമേ. ഇങ്ങനെയാണ് അവരുടെ വിലാപം. തിഷ്ഠ നിൽക്കുക രാമാദയാനിധേ. അടുത്ത പ്രയോഗം കണ്ടോ? ദൃഷ്ടിക്ക് അമൃതമായ ഒരു തിരുമേനി. നമ്മുടെ കൺവട്ടത്തിൽ ചിലരെ കാണുമ്പോൾ നമുക്ക് അമൃത പോലെയെങ്കിൽ ആ കാഴ്ചയുടെ സുഖം ഒന്നും എന്തായിരിക്കും? രാമന്റെ മുഖം കാണുക എന്നാൽ അയോധ്യാനിവാസികളുടെ കണ്ണുകൾക്ക് അമൃതാണ്. അതാണ് ചിലര് പണ്ടത്തെ പാരമ്പര്യമുണ്ട്. വീട്ടിൽ ഉറക്കമുണർന്നാൽ കണി കാണുക. ആരെ കാണണം എന്നുള്ളതാണ്. ചിലർ പൂജാമുറിയിലേക്ക് പോകും കണ്ണടച്ചിട്ട്, ചിലർ അമ്മയെ കണ്ടാൽ മതി എന്ന് കരുതും. അടുക്കളയിലേക്ക് അമ്മയെ എന്ന് വിളിച്ചു ചെല്ലുമ്പോൾ അമ്മ മുന്നിലുണ്ടെന്ന് ഉറപ്പാക്കുമ്പോൾ കണ്ണു തുറന്ന് പാദം തൊട്ട് നമസ്കരിക്കും. അതാണ് ഏറ്റവും വലിയ കാഴ്ച. അതിനേക്കാൾ നല്ല കടി വേറെ കിട്ടില്ലല്ലോ. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാവിനേക്കാൾ പവിത്രമായിട്ട് ആരാണുള്ളത് എന്നൊരു മകന് ഊറ്റം കൊള്ളാൻ പറ്റിയാൽ ആ മകന് ഫിസിക്സിനും മാത്സിനും A+ വേണ്ട.
നമ്മുടെ A+ ആണ് നമ്മുടെ കുട്ടികളെ നന്നായിക്കുന്നത്. A+ കിട്ടിയില്ലെങ്കിലും വിരോധമല്ല. അവൻ്റെ ഹൃദയശുദ്ധിയെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ദൃഷ്ടിക്ക് അമൃതമായ ഒരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ എന്നലറിക്കരയുന്ന അയോധ്യ നിവാസികളുടെ നടുവിലേക്കാണ് സുമിത്രാദേവി പ്രിയപുത്രന്റെ കരം ഗ്രഹിച്ച് രാമന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞത്, രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് വിരിവിച്ചുറയ്ക്കണം. രാമം ദശരഥൻ വിധി എന്നെ ജനകാത്മജയം ഉറച്ചുകൊൾ, മാം വിധി ജനകാത്മജ. പിന്നെയോ അയോധ്യ നടവീ വിധി. അയോധ്യയാണെന്ന് ഈ കണ്ടകാകീർണത്തിലൂടെ നടക്കുമ്പോൾ കൂർത്തുകൂർത്ത കല്ലും മുള്ളും മൃദുലമായ പുഷ്പസ്തരണതുല്യമായ പാദങ്ങളിൽ കുത്തിക്കയറി ചോര വാർന്നൊഴുകുമ്പോൾ വേദനിക്കുമ്പോൾ നീ വിധിയെ ഓർത്ത് പഴിക്കരുത്. ഞാൻ എൻ്റെ രാജകൊട്ടാരത്തിൻ്റെ ഇടവഴികളിലൂടെ നടക്കുകയാണ് എന്ന് നിനക്ക് തോന്നലുണ്ടാകണം. പോയാലുമെങ്കിൽ സുഖമായി വരികട്ടെ. ഇത്രയും ആവേശോജ്വലമായ മാനവകുല നന്മയ്ക്കും മാനവകുല ശുദ്ധീകരണത്തിനും വേണ്ടി ഇതിനേക്കാൾ മധുരവും മനോഹരവും ആശയഗംഭീരതയുള്ളതുമായ വരികൾ എവിടെയെങ്കിലും കിട്ടുമോ? അതുകൊണ്ടാണ് രാമായണത്തിലെ ഏറ്റവും വിശിഷ്ട വരികൾ ഏതെന്ന ചോദ്യത്തിന് ഈ വരി ചൂണ്ടി പറയുന്നത്. ആ വരികൾ പറയുന്നത് ഒരു അമ്മയാണെന്നറിയുക. രാജ്യം ഭരിച്ച രാജാവല്ല, കുട്ടികളുടെ കുലം നന്നാക്കുവാൻ വിദ്യ പഠിപ്പിച്ച ഗുരുനാഥനുമല്ല. അമ്മയും ഗുരുവും രാജാധിരാജൻ അല്ല, ഗുരുനാഥനും രാജാവും ഒക്കെ നിൽക്കുമ്പോൾ ഒരു മാതാവ്, അതാണ് മാതൃചിത്തത്തിന്റെ വിശേഷം. മാൻധാതുവിൽ നിന്നാണ് മാതൃശബ്ദം ഉണ്ടായത്. അമ്മയെന്നാൽ കുട്ടികളെ പ്രസവിച്ച് വളർത്തുന്ന കേവലമായ കടമ നിർവഹിക്കുന്ന പ്രകൃതിജന്യമായ ഒരു വസ്തു മാത്രമാണ്. അമ്മയിൽ നിന്ന് ഉയരണം, അവർ മാതാവാകണം. മാതാവെന്നാൽ കേവലം അമ്മയല്ല. ചിദാനന്ദപുരി സ്വാമി ഇങ്ങനെ നന്നായി വ്യാഖ്യാനിച്ച് നേടിയിട്ടുണ്ട്. എല്ലാവരും മാതാക്കളാകണം, കേവലം അമ്മമാര് പ്രമോഷൻ നേടണം, മാതാവിന്റെ തലത്തിലേക്ക് ഉയരണം. ഗാന്ധാരി മാതാവായിരുന്നു അല്ലെ, വിശ്വമാതാവ് എന്ന് പറയുന്നു. പതിവ്രത മഹാഭാഗ സഹധർമ്മം ചരിപ്പവൾ, ഉഗ്രമാകും തപസ്സുള്ളോൾ, നിത്യവും സത്യവാദിനി, ഗാന്ധാരി നൂറ്റുവർക്കമ്മ, സർവഭൂത ഹിതൈഷിണി. ഇങ്ങനെയാണ് വ്യാസൻ ഗാന്ധാരിയെ പറയുന്നത്. പതിവ്രതയാണ്, മഹാഭാഗയാണ്, സഹധർമ്മം ചരിച്ചവളാണ്, ഉഗ്രമായ തപസ്സുള്ളവളാണ്, നിത്യവും സത്യവാദിനിയാണ്. 100 മക്കൾക്ക് തമ്മിലിണങ്ങാത്ത 100 സന്തതികളെ നൊന്ത് വെച്ചു. അങ്ങനെ വിശ്വമാതാവിന് പോലും തെറ്റി. അമ്മ കാലാകാലങ്ങളോളം കണ്ടുകെട്ടി നടക്കരുതെന്നൊരു പാഠം ഗാന്ധാരിയിലൂടെ വ്യാസൻ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഭർത്താവിന് കിട്ടാത്ത സൗഭാഗ്യം വേണ്ടെന്ന് കരുതി നേരത്തെ പറഞ്ഞ ത്യാഗിനിയായി, വലിയ പതിവ്രതയായി, എൻ്റെ ഭർത്താവിന് കിട്ടാതെ എനിക്ക് വേണ്ടെന്ന് കണ്ണു മൂടിക്കെട്ടി. പിള്ളേരെങ്ങനെ വളരുന്നു എന്ന് അമ്മ കണ്ടില്ല, കണ്ണിന്റെ കെട്ടടിച്ചില്ല. തോന്നിയവാസികൾ വളർന്നു എങ്ങനെയൊക്കെ. അവസാനം ഉദകക്രിയൻ ഒരെണ്ണം ബാക്കിയില്ലാതെ ഒടുങ്ങി. അപ്പോഴാണ് അമ്മ അവസാനം കണ്ണിന്റെ കെട്ടഴിച്ചത്. ഈ മക്കളുടെ നിശ്ചിഷ്ടമായ ശരീരം കാണാൻ. അപ്പോൾ കണ്ണ് തുറന്നിരിക്കേണ്ട സമയത്ത് കണ്ണ് തുറന്നിരിക്കുക തന്നെ വേണം. കണ്ണ് അടയ്ക്കേണ്ടപ്പോൾ കണ്ണടയ്ക്കുക. ഇതൊരു വലിയ പാഠമാണ്. അപ്പൊ അങ്ങനെ ആ മാതാവിന്റെ പരമ്പരയിൽ സുമിത്രയും മകനെ ഏൽപ്പിച്ച് വികാരഭരിതമാകുന്നു. അവിടേക്ക് കടന്നു വന്ന കൈകേകി, അത് വേറൊരു മാതാവായി. അമ്മമാരെ താരതമ്യ ഈ സഹോദരന്മാരെ പോലെ വേറെ പ്രശ്നമാണ്. 31 ദിവസമൊന്നും പോരെ രാമായണം പഠിച്ചെടുക്കാൻ. അവിടെ അമ്മ വന്നു, കൈകേകി വന്നു. എന്തിനാ കുട്ടികളെ നിങ്ങൾ ഈ വിശിഷ്ടമായ വിലപിടിപ്പുള്ള പട്ടുടയാടുകളും ആഭരണങ്ങളും ചേർത്ത് കാട്ടിലേക്ക് പോകുന്നത്? അത് ആര് കാണാനുണ്ട് അവിടെ? അതൊക്കെ അഴിച്ചു വെച്ച് വെക്കോ. നിങ്ങൾക്ക് കാട്ടിൽ പോകാൻ ഏറ്റവും നല്ല ഡ്രസ് കോഡ് ഞാൻ തരാം. എന്താ? പരിവരുത്ത മരത്തോല് അല്ലേ? ആ മരത്തോല് കൊണ്ടുവന്ന് കൊടുത്തു. രാമൻ ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു, വന്യചീരങ്ങൾ പരിഗ്രഹിച്ചു. ലക്ഷ്മണനും അപ്രകാരം ചെയ്തു. ലജ്ജയോടെ സീത, ഇത് ഞാൻ എങ്ങനെ ഉടുക്കുന്നത് എന്നിങ്ങനെ നോക്കുമ്പോഴാണ് അത് കണ്ട വസിഷ്ഠ മഹാമുനി ഗർഭിതനായി കടന്നു വന്ന്, ദുഷ്ടേ നിശാലിനി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഫലേ, രാമൻ വനത്തിന് പോകണമെന്നല്ലേ താമസശീലേ വരത്ത വലിച്ചു നീ, ജാനകി ദേവിക്ക് വൽക്കരം നൽകുവാൻ മാനസേ തോന്നിയത് എന്തൊരു കാരണം.
ആ ക്രൂര ചിത്തത്തിന്റെ അവിടെയും കൈകേയിയെ പഴി പറയേണ്ടതല്ല. നമ്മൾ നിശബ്ദമായിട്ടിരുന്നെന്ന് ധ്യാനിച്ചു നോക്കൂ. കൈകേയിക്ക് അങ്ങനെ വന്നു പോയതാണല്ലോ. ഒരു സൈനിക മേധാവിയെ പോലെ ഒരു സ്ത്രീ, ഒരു രാജ്യത്തെ മുഴുവൻ പ്രാപ്തമായി നയിക്കാൻ കരുത്തുള്ളവളാണ് കേകേയത്തിന്റെ പുത്രി. അച്ഛന് അഭിമാനമായിരുന്നു മകളെ കുറിച്ച്. അവൾ മിടുക്കിയാണ്. അവളെ ദശരഥന് കൊടുത്തു. ദശരഥന്റെ സാമന്ത രാജ്യങ്ങളിൽ നിന്ന് സമ്പന്നം ചെയ്യുകയും അതുവഴി സ്വന്തം രാജ്യത്തെ ശക്തമാക്കുകയും ചെയ്യുന്ന തന്ത്രമാണല്ലോ. മഗധയിൽ പോയി സുമിത്രയെ കൊണ്ടുവന്നു. കോസലത്തിന്റെ പുത്രി കൗസല്യുണ്ട്. കേകയ രാജ്യം ഇത്തിരി മോശമായിരുന്നു നയതന്ത്ര ബന്ധത്തിൽ. അവരെ ഇണക്കത്തോടെ കൊണ്ടുവരാൻ കൈകേയിയെ വേണ്ടിച്ചു. അത് ദശരഥന്റെ ബുദ്ധി തന്നെയാണ്. ഇപ്പൊ ഇത്രയും മിടുക്കുള്ള കൈകേയിക്ക് അവളുടെ മനസ്സിനെ വേണ്ട വിധം മാറ്റിമറിക്കുവാൻ അയോധ്യയുടെ ധൂമകേതുവായി അവിടെ കയറുന്നതാണല്ലോ മന്ദര. CN ശ്രീകണ്ഠൻ നായർ തന്റെ സാകേത നാടകത്തിൽ പറയുന്നുണ്ട്, ഇവിടെ സൂക്ഷിക്കുക, ഇതാ വരുന്നു അയോധ്യയുടെ ധൂമകേതു എന്നാ പറയുന്നത്. ധൂമകേതു എന്ന് പറഞ്ഞാൽ വാൽനക്ഷത്രം. ആകാശത്ത് ധൂമകേതു പ്രത്യക്ഷപ്പെട്ടാൽ അവരുടെ നാശം ഉറപ്പാണ്. എന്തെങ്കിലും സംഭവിക്കും. വാൽനക്ഷത്രം. അങ്ങനെ അയോധ്യയുടെ ധൂമകേതുവായി മന്ദര മാറുന്നു. എന്തായാലും വിധിഹിതമെന്നേ പറയേണ്ടു. ശ്രീരാമചന്ദ്രൻ പോകാനൊരുങ്ങുമ്പോൾ പരിഭവം ലേശമില്ലാതെ പോകുന്ന ഭഗവാന്റെ ചിത്തവൃത്തി. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃകൾക്ക് പൂരവും തന്റെ യൗവനം നൽകി ജരാനരിയും വാങ്ങി. തനിക്ക് പൂർവികരായിട്ടുള്ള, എനിക്ക് പ്രേരണ തന്ന എന്റെ പൈതൃകത്തിൽ നിന്ന് ഞാൻ ഇതാ രണ്ടുപേരെ അച്ഛന്റെ മുമ്പിൽ പരിചയപ്പെടുത്താം. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കിയ ഭഗീരഥൻ. ഭഗീരഥ പ്രയത്നത്തെക്കാൾ ലോകത്തിൽ നിന്നുമൂളം മറ്റൊരു പ്രയത്നം ഉണ്ടായിട്ടില്ല. എത്ര കാലമെടുത്തു ആ മഹാപ്രയത്നത്തിന്? അച്ഛന് വേണ്ടിയല്ലേ. അതുകൊണ്ട് പൂരുതന്റെ യൗവനം അച്ഛനെ കൊടുത്ത് അച്ഛന്റെ വാർദ്ധക്യം വാങ്ങി 16 വയസ്സുകാരനായ പൂരു കുരച്ചും ചവച്ചും വാർദ്ധക്യവും ജരാനരയും ഒക്കെ ബാധിച്ചു കൂട്ടി. ഇത്രയും ത്യാഗം ചെയ്തിരിക്കുന്നില്ല അച്ഛന് വേണ്ടി. പിന്നെയാണോ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച് മറ്റേതാക്കിയതിനെന്ത് കാരണം? എന്റെ അനുജനല്ലേ ഭരതൻ, അവൻ നാട് വാഴട്ടെ, ഞാൻ കാട് വാഴാം. അച്ഛാ, മക്കൾ 3 വിധമില്ലേ? ഉത്തമൻ, മധ്യമൻ, അധവൻ. ഒരു പിതാവിനോട് മക്കൾക്കുള്ള കടമകൾ എന്താണ് അച്ഛൻ അറിയില്ലേ? ഉത്തമനായ മകന്റെ കർമ്മം എന്താണ്? താതകാര്യം അനാചപ്തമെന്നാകിലും മോഹേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. നമ്മുടെ നാട്ടിലെ മക്കളെ തരംതിരിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ. ഏത് ശ്രേണിയിൽ വരും അവര്? പലരും താതകാര്യം അനാജ്യപ്തം, ആജ്ഞ കൂടാതെ തന്നെ അച്ഛന്റെ കാര്യം ചെയ്യുന്നവനാരോ അവനാണ് ഉത്തമൻ. പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനാണ്. അച്ഛനമ്മമാര് പറയാ, വയ്യടാ, അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ, മരുന്ന് വാങ്ങിക്കൊണ്ടുവാ. കയ്യിലൊന്നും ഇല്ലാന്നറിയില്ല അച്ഛൻ്റെ കയ്യിൽ. നിങ്ങളെന്നെ നോക്കേണ്ട വയസ്സുകാലത്ത് ഇങ്ങനെ പരിദേവനങ്ങളുടെ ശബ്ദത്തിൽ മക്കളോട് നിരന്തരം പിന്നാലെ നടന്ന് പറയുമ്പോൾ 10 വട്ടം പറയുമ്പോൾ 1 വട്ടം അനുസരിച്ചാൽ ആ മകനാണ് മധ്യമൻ. അച്ഛനമ്മമാർക്ക് അവരുടെ കാര്യം എനിക്കത് കർത്തവ്യമല്ലെന്ന് അച്ഛനെന്നവൻ. അതൊന്നും എൻ്റെ വിധിയല്ല. അച്ഛന് പെൻഷനുണ്ട്, അച്ഛന് പൈസയൊക്കെ കിട്ടുന്നുണ്ട്, അച്ഛനായി നോക്കി ജീവിച്ചു. എനിക്ക് എൻ്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞ് പിന്മാറുന്നവൻ പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം. ഇത്തമെല്ലാം പരിജ്ഞാതം മയാധുന. രാമൻ വിനീതനായി പറയും. ഇങ്ങനെയൊക്കെ 3 അത് ഞങ്ങൾ സൂര്യകുലത്തിന്റെ സന്തതികൾ, ഞങ്ങൾ അധമന്മാരാണോ? അതുകൊണ്ട് എൻ്റെ അച്ഛൻ സമാധാനമായിരിക്കും. അച്ഛന് വേണ്ടി പാപകണ്ഡങ്ങൾ പതിക്കണമെങ്കിൽ വേവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കിൽ സീതയെ തന്നെ ത്യജിക്കുന്നതിലും ഇല്ല. എന്തൊക്കെ പറയുന്നത് പറഞ്ഞാൽ നമുക്കിങ്ങനെ പെരുമഴ പോലെ പോകരുത്. അതാണ് പുത്രധർമ്മം, സഹോദരധർമ്മം. ഭരതനോ ഈ ലക്ഷ്മണനേക്കാൾ 1 ഇഞ്ച് കൂടെ, 1 പടി കൂടെ മാറ്റി കൂടുന്നില്ലേ ഭരതന്? അല്ലേ? അമ്മ, രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നത്. പൂജ്യനായി വാഴുക, ചാബല്യം കളഞ്ഞു നീ. എല്ലാ ചാബല്യവും കളഞ്ഞ് ഈ രാജ്യം അമ്മയിലൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഇന്നത്തെ അമ്മമാരുടെ അതേ മിടുക്ക് ആ അമ്മ അന്ന് കാണിച്ചു. ഏകാന്തതയിൽ പ്രത്യക്ഷമായി രംഗത്ത് വരാതെ രാജ്യം വളരെ സൂത്രത്തിൽ എനിക്ക് ആക്കിത്തന്ന അമ്മയെ, അമ്മയ്ക്കൊരു സ്നേഹചുംബനം എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഭരതനെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ കൈകേയി പ്രതീക്ഷിച്ചത്. അവൻ യാതൊരു വിട്ടുപണിയും ചെയ്യാതെ തന്നെ അവന് രാജ്യം ഞാൻ സൂത്രത്തില് അവനെ അമ്മാവന്റെ നാട്ടിൽ പറഞ്ഞയച്ച്
ആ തക്കം നോക്കി കുട്ടി ഇതിലിടപെട്ട് മോശക്കാരനാവണ്ട, അവന്റെ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ ഒറ്റയ്ക്ക് ഇതൊക്കെ സാധിച്ചു. ഇത്രയും ത്യാഗം സഹിച്ച് മകന് അയോധ്യയുടെ സിംഹാസനം വാങ്ങിക്കൊടുത്ത പ്രിയ മാതാവ് കൈകേയി ആശ്ലേഷിക്കുന്ന പുത്രനെ നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ, ഭർത്താവിനെ കൊന്ന പാവേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. ഇതാണ് ഭരതന്റെ നാവിൻ തുമ്പിൽ നിന്ന് അഭിവന്ദ്യമാതാവിലേക്ക് പുറപ്പെട്ട വാക്സരങ്ങൾ. ഭർത്താവിനെ കൊന്ന പാവേ മഹാഘോരേ നിസ്ത്രവേ നാണം കെട്ടവളെ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ച് ഒരു പുണ്യമില്ലാതെ മഹാപാപി ഞാനോ, നിന്നോട് വിളിയാടരുതിനി, വന്നിയിൽ ചാടി മരിപ്പനെന്നായില്ലോ, കാളകൂടൻ കുടിച്ചിടുവനല്ലായെങ്കിൽ വാളെടുത്ത് ആശ കഴുത്തറുത്തിടുവൻ, വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവിൻ, ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. അമ്മയുടെ മുന്നിൽ അപ്രതീക്ഷിതമായി തുറന്നുവിട്ട വാക്ഷരങ്ങളേറ്റമ്മ പരവശയായി. ഞാൻ എന്തിനാണ് ഈ ലോകത്തിന്റെ മുഴുവൻ പഴി കേട്ടത്? അയോധ്യ ഒന്നടങ്കം ശത്രുപക്ഷത്ത് കൈകേകി നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ അവരെ മാനിച്ചവരെല്ലാം ഇന്നിതാ എന്നെ, ഞാനൊരു സ്ത്രീയല്ലേ? കൈകേകിയെ ഒറ്റയ്ക്കൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വിധി. അത് മാത്രവുമല്ല, നാളെ പുലർകാല പോകുന്നതുകൊണ്ട് ഞാൻ നാളികനേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ കൈകേകി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണമെന്നാണ് ഭരതൻ പറഞ്ഞത്. ഒരമ്മയ്ക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ മകൻ കൊടുക്കൂ? ആനതേ കാലാൾ കുതിരപ്പടകളും ആനകശങ്ക പഠവാദ്യത്തോടും സോദര ഭൂസുര സാമന്ത, അങ്ങനെ സാമന്തന്മാരെ, സോദരന്മാരെ, ഭൂസുരന്മാരെ എല്ലാവരെയും ഇരുത്തണം. ആനയും കുതിരയും തേരും കാലാളും വേണം. അകമ്പടിയായി അയോധ്യയുടെ രാജകീയ ചിഹ്നങ്ങളെല്ലാം കാട്ടിലേക്ക് പുറപ്പെടട്ടെ. ഭഗവാനെ എല്ലാ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരുന്നത് ആർഭാടപൂർവമാകട്ടെ. കൈകേകി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടേ പോകാൻ പാടുള്ളൂ. ഇത്ര വലിയൊരു വിധി ഒരു സ്ത്രീക്ക്. ഇതൊക്കെ പാഠങ്ങളാണ്. എന്നിട്ടോ പുറപ്പെട്ടു ഗംഭീരമായ ഘോഷത്തോടെ. അങ്ങ് ശൃംഗിവേരത്തിലിരിക്കുന്ന രാമൻ, ലക്ഷ്മണൻ മരക്കൊമ്പിൽ കയറി നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ മലമുകളിലൂടെ അതാ ഇരച്ചു വരുന്നൊരു സൈന്യം. ആ സൈന്യത്തിന്റെ ഹുങ്കാരനാദം ആർഭാടത്തോടെ ആണ് വരുന്നത്. ആ സൈന്യം ആരുടേതാണ് എന്ന് ലക്ഷ്മണൻ ദീർഘദൃഷ്ടിയോടെ നോക്കുമ്പോൾ അതാ മുന്നിൽ അയോധ്യയുടെ ധർമ്മപതാക പാറിക്കളിക്കുന്നു. അയോധ്യയിൽ നിന്നുള്ള വരവാണ് പട. ഭരതൻ എത്തിയിട്ടുണ്ടാവും. അവൻ ഞങ്ങളെ ഇവിടെയും പാർക്കാൻ അനുവദിക്കാതെയുള്ള ഒരു വരവായിരിക്കും. അതുകൊണ്ട് ജ്യേഷ്ഠ സജ്ജമാക്കുവായുധം. നന്ദി കേട്ടവനാണ് ഭരതൻ. ഓ, ലക്ഷ്മണൻ ഇങ്ങനെ സാഹസം പല സീതായെ അപഹരിക്കുന്ന സമയവും ലക്ഷ്മണനോട് പറഞ്ഞല്ലോ ഇതൊക്കെ. ഇങ്ങനെ ലക്ഷ്മണൻ പലപ്പോഴും ഇങ്ങനെ വീട്ടുവിചാരങ്ങളാക്കി ചിലപ്പോൾ സംസാരിക്കും. അപ്പോൾ ശ്രീരാമൻ മന്ദസ്മിതം പൊഴിക്കുകയും ചെയ്തു. ദൂരെ നിന്നാഗതമാകുന്ന മഹാസൈന്യത്തെ ഉത്കണ്ഠയോടെ വില്ലുകളുടെ അമ്മിന്റെ മുന മൂർച്ച കൂട്ടിക്കൊണ്ട് വില്ലെടുത്ത് കുലയ്ക്കാൻ തയ്യാറായി നിൽക്കുന്നു ലക്ഷ്മണൻ. അടുത്തെത്തിയ സേന, ആ സേനയുടെ മുന്നിൽ വിവർണനായി വിവശനായി ശരീരമാസകലം തളർന്ന് കടക്കണ്ണിലൂടെ കണ്ണീർ പൊഴിച്ച് ഓടി വരുന്ന ഭരതനെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. എത്രയോ നാളുകളായി തുള്ളി വെള്ളം കുടിക്കാതെ തൊണ്ട വരണ്ടു പോയ പശുക്കൂട്ടം അങ്ങകലെ ശുദ്ധജലം ഓളം വെട്ടുന്ന പരിശുദ്ധമായ തടാകത്തിലെ തണുത്ത വെള്ളം കുടിക്കാൻ ഈ പൈക്കൾ ഓടി വരുന്നത് പോലെയാണ് ഭരതൻ രാമന്റെ അടുത്തേക്ക് ഓടി. നമുക്ക് ശരിയായ വാക്കുകൾ പൂർത്തീകരിക്കാൻ പോലും പറ്റില്ല ചില സന്ദർഭങ്ങളിൽ. ഓടി വന്ന ഭരതൻ രാമന്റെ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് പൂഴിവെണ്ണ കിടന്ന് ഉരുളുകയാണ്. വിയർപ്പണിഞ്ഞ വിയർപ്പ് തുള്ളി അണിഞ്ഞ തന്റെ ദേഹത്ത് പൂഴിമണ്ണ് പുരണ്ട് കളഭം പൂശിയതുപോലെയായി. എന്നിട്ട് വിനീതനായി കണ്ണുകൾ തുറച്ച് നിരാലംബനായി ഭഗവാന്റെ മുമ്പ് എങ്ങനെ നിശ്ചേഷ്ടനായിരിക്കുക. എന്താ പറയേണ്ടതെന്നറിയില്ല. ആ രംഗം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരച്ചിട്ടാലൊന്നും ശരിയാവില്ല. രാമൻ മനസ്സിലായി. അവനെ ചേർത്ത് പിടിച്ചു. അച്ഛൻ നിനക്ക് രാജ്യം തന്നത്, അച്ഛൻ്റെ ആജ്ഞ നമ്മൾ പാലിക്കണ്ടേ? അച്ഛൻ ഇനി ഈ ഭൂമിയിലില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് അടുത്ത് പറയുന്നത്. നമ്മളെല്ലാവരെയും അനാഥമാക്കി അച്ഛൻ പോയി. അതും കൂടെ കേട്ടപ്പോൾ രാമനുണ്ടായൊരു വേദന.
പ്രാകൃതനെ പോലെ കണ്ണീരൊഴുക്കുകയല്ല തന്റെ ധർമ്മമെന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവർ കുതിരക്രിയൊക്കെ ചെയ്തു വച്ചത്. നിർബന്ധ ബുദ്ധിയോടെ ഭരതൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു, ഉപവസിച്ചു. ലോകം കണ്ട ആദ്യത്തെ ഉപവാസമാണ്, ആദ്യത്തെ സത്യാഗ്രഹമാണത്. എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോവില്ല. ഭരതൻ നിർബന്ധ ബുദ്ധി കൊണ്ട് ഗുരുവിനെ നിയോഗിച്ചു, ഇവനെ പറഞ്ഞു മനസ്സിലാക്കൂ. വസിഷ്ഠൻ ഓരോന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൻ വെച്ച കണ്ടീഷൻ എന്തായാലും, ഉപാധി എന്തായാലും, ആ ഉപാധിയുടെ മുന്നിലാണ് ലോകം മുഴുവൻ തലകുനിക്കുന്നത്. അയോധ്യയുടെ രത്നഖചിതമായ കിരീടമണിയേണ്ടെന്ന നിർമ്മലമായ ശിരസിൽ രാമപാദങ്ങളുടെ ചിരകാല സഹവാസം കൊണ്ട് പവിത്രീകരിക്കപ്പെട്ട ആ മരത്തിന്റെ മിതിയടി ആ രാജകുമാരൻ തന്റെ ശിരസ് വെക്കുക. ആ തലയിൽ ഇരിക്കേണ്ടത് എന്താ ശരിക്കും? അവൻ വിനയാന്വിതനായി മടങ്ങും. ഇങ്ങോട്ട് വന്ന ആർഭാടങ്ങൾ പാടില്ല. മുത്തുക്കുടകളെല്ലാം ചുരുക്കി പേടകത്തിനുള്ളിൽ വെക്കൂ, പെട്ടിക്കുള്ളിൽ വെക്കൂ, പതാക ചുരുട്ടി വെക്കൂ. മരണ വീട്ടിൽ നിന്ന് മടങ്ങുന്ന പ്രതീതിയോടെ 14 ആണ്ട് ഞാൻ കാത്തിരിക്കും. എൻ്റെ ജ്യേഷ്ഠൻ കാട്ടിൽ എങ്ങനെയോ അതുപോലെ ഞാൻ അവിടെ കാനനവാസം ചെയ്യും. നന്ദിഗ്രാമത്തിൽ ഞാൻ ഒരു ഭരണകുടീരം തീർക്കും. എൻ്റെ ഭഗവാൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ, എൻ്റെ ജ്യേഷ്ഠൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ അതവിടെ വച്ച് പൂജിക്കും, നിത്യേന പൂജനീയം. ഞാൻ വൽക്കലം ധരിക്കും, പച്ചിലയും പച്ചവെള്ളവും കഴിച്ച് 14 ആണ്ട് ഞാൻ കഴിക്കും. 14 ആണ്ട് തികയുന്ന ദിവസം എൻ്റെ ജ്യേഷ്ഠൻ അയോധ്യയിൽ വരാത്ത പക്ഷം ഞാൻ സരയുവിൻ്റെ തീരത്ത് ഒരു ചിതയൊരുക്കും. ആ ചിതയിൽ പ്രാണത്യാഗം ചെയ്യും. ഇതാണ് ഭരതന്റെ കണ്ടീഷൻസ്. അത് തന്നെ ഭരതൻ ചെയ്തിട്ട് 14 ആണ്ട് പൂർത്തിയായ ദിവസം വരാൻ അല്പം വൈകി. സീതാ സ്വീകാര്യം കഴിഞ്ഞു, അഗ്നിവിശുദ്ധി നടത്തി, വിഭീഷണൻ വട്ടാഭിഷേകവും നടത്തി, പുഷ്പകത്തിൽ കയറി. പറഞ്ഞ മുഹൂർത്തത്തിലെത്താൻ വൈകുമെന്ന് കണ്ടപ്പോൾ ഈ വെറും വാക്ക് അവഗണിച്ചില്ലല്ലോ രാമൻ. ചിത്തവേഗത്തിൽ സഞ്ചരിക്കാൻ മിടുക്കനായ എൻ്റെ പ്രിയങ്കരനായ വായുപുത്രൻ പോട്ടെ, മുമ്പേ അയച്ചുവനെ. ഭരതൻ ചിലപ്പോൾ കടുങ്കൈ ചെയ്യാലോ. ആഞ്ജനേയൻ വിമാനത്തിന് മുമ്പേ ഗമിച്ചു പൈലറ്റായിട്ട്. അവിടെ ചെന്ന് സൈവിലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കാണുന്നത് നിലവിളി, കൂട്ടനിലവിളി. മാണ്ഡവിയും കൈകേയിയും ഒക്കെ മാറത്തടിച്ച് കഴിയുകയാണ്. ഭരതനത അഗ്നിയിലേക്ക് കയറുകയാണ്, രാമനെ കണ്ടില്ല എന്ന് കണ്ടിട്ട്. പെട്ടെന്ന് ആഞ്ജനേയൻ ഇറങ്ങി സരയുവിൽ മുങ്ങി പടവുകൾ കയറി ചിതയിലേക്ക് കാലുകൾ ഉയർത്തി ചിതയിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ബലിഷ്ഠമായൊരു കരം പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ ആഞ്ജനേയൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേ വരുന്നു ജ്യേഷ്ഠൻ പിന്നാലെ. അപ്പോഴേക്കും പുഷ്പകം സരയുവിന്റെ മുകളിൽ വട്ടമിട്ട് പറന്നു. ദീപാലംകൃതമായ അയോധ്യ ശ്രീരാമനെ സ്വീകരിച്ചു. ഇത് കേവലം ചമൽക്കാരപൂർണമായി വർണ്ണിക്കേണ്ട ഒരു കഥയല്ല. ഈ കഥയ്ക്കുള്ളിലെ ഒരു കാമ്പുണ്ട്. നമ്മൾ വിങ്ങിക്കൊണ്ട് വിതുമ്പിക്കൊണ്ടല്ലാതെ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ രാമായണത്തിൽ ഓർത്തെടുക്കാൻ അസാധ്യമാണ്. ഇങ്ങനെ ഒരു സർവ്വമാനവിക ദർശനത്തെ ഉയർത്തിപ്പിടിക്കുന്ന രാമായണത്തിന്റെ കേവലം ഭക്തിയുടെ ഒരു പുതപ്പണിഞ്ഞ് സപ്താഹവേദികളിൽ വ്യാഖ്യാനത്തോടു കൂടിയ ഒരു എന്താ പറയുക, ഒരു സപ്താഹ വായനക്കാരൻ്റെ മനസ്സിനപ്പുറം ഇതിനെ വൈകാരികമായി ഇതിനുള്ള മൂല്യത്തെ അങ്ങനെ ഒരു മായവും ചേർക്കാതെ മനുഷ്യ മനസ്സുകളിലേക്ക് നൽകണം, അവരറിയണം. അതുകൊണ്ട് രാമായണം ചിത്തവൃത്തിക്ക് വേണ്ടി, മനസംസ്കരണത്തിന് വേണ്ടി, വ്യക്തിത്വ നിർമ്മാണത്തിന് വേണ്ടിയും കൂടിയുള്ളതാണ്. ഇത് കേവലം ഒരു കാവ്യത്തിനപ്പുറം ഇതൊരു ജീവിതമാണ്. ലോകത്താദ്യമായുണ്ടായ ഒരു കാവ്യമാണെന്നത് അറിയുക. നമ്മുടെ നാട്ടിൽ പിറന്നു ആദികാവ്യം. ഈ ആദികാവ്യം നമ്മളോട് സംവദിച്ച ഭാഷ, ഈ ആദികാവ്യം നമുക്ക് പകർന്നു തന്ന വിശുദ്ധിയുടെ ആദർശത്തിന്റെ നല്ല പാഠങ്ങൾ, അതറിയുവാനുള്ള പരിശ്രമമാണ് രാമായണ മാസക്കാലത്തെ ഏറ്റവും ധന്യത അടയുന്ന ധന്യമായ മുഹൂർത്തം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ 1 മണിക്കൂർ പൂർത്തിയാവുകയാണ്.